വചനത്തിലേക്ക് നോക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരു വാക്കുകൂടെ കർത്താവിനെ നോക്കി നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ, യേശുവേ, അവിടുത്തെ തിരുസാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിലുണ്ട്. കർത്താവേ, അടുത്തുകൂടാതെ വെളിച്ചത്തിൽ വസിക്കുന്നവനായ ഞങ്ങളുടെ നല്ല കർത്താവ്, ഈ പാപികളും ദോഷികളുമായിട്ടുള്ള ഞങ്ങളുടെ മധ്യത്തിൽ വന്നിറങ്ങുവാൻ തക്കവണ്ണം ഞങ്ങൾ എന്തുള്ളൂ കർത്താവേ. അവിടുത്തെ വലിയ സ്നേഹത്തിനായിട്ട്, വലിയ കൃപയ്ക്കായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അവിടുത്തെ തിരു രക്തത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങേ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ കർത്താവേ, അത് ചൂണ്ടിക്കാണിച്ച് കർത്താവ് ഇത് മാനസാന്തരപ്പെടുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ കഴുകണം. ഞങ്ങളിതിനെ സമ്പൂർണ്ണമായിട്ടും ഒരു പൂജ്യമായിട്ട്, ഒരു സീറോ ആയിട്ട് ഞങ്ങളതിനെയും താഴ്ത്തുന്നു കർത്താവേ. അവിടുത്തെ ആ ഇമ്പസ് വരെ ഞങ്ങൾക്ക് കേൾക്കണം. അവിടുന്ന് കർത്താവേ, അക്ഷരികമായിട്ട് പുനരുദ്ധാന ശരീരത്തോടെ കർത്താവെ അവിടുന്ന് ഇന്ന് ഞങ്ങളുടെ മധ്യത്തിലുണ്ടെങ്കിൽ അങ്ങ് എന്ത് സംസാരിക്കുമായിരുന്നു, എങ്ങനെ സംസാരിക്കുമായിരുന്നു കർത്താവെ, അതിൻ്റെ ഒരു രുചി ഞങ്ങൾക്ക് ലഭിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഇന്നലെ ഇന്നും എന്നും അനന്യനാണ്. ഞങ്ങൾ കുറവുള്ളവരാണ്. അവിടുന്ന് കുറവില്ലാത്തവനും മാറ്റമില്ലാത്തവനും അവിടുന്ന് തികഞ്ഞവനുമായതുകൊണ്ട് ഞങ്ങളെങ്ങനെ സ്തുതിക്കുന്നു. അവിടുത്തെ മുമ്പാകെ ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായിട്ടും താഴ്ത്തുന്നു കർത്താവെ. അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങളെ കർത്താവെ അവിടുത്തെ അഗ്നിയാൽ ഞങ്ങളെ എരിയുമാറാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സ്നേഹത്തിലും ഭക്തിയിലും ഞങ്ങളെ കർത്താവെ തികഞ്ഞു വരട്ടെ കർത്താവെ. ആ സുവിശേഷത്തിന്റെ അഗ്നി ഞങ്ങളിലും പടർന്നു പിടിക്കട്ടെ. സമ്പൂർണ്ണ സുവിശേഷം കർത്താവ് ഗ്രഹിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളെ പരിച്ഛേദന ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പുനഃനാമത്തെ മഹത്വപ്പെടുത്തിയായിട്ട് ഞങ്ങൾ കുറയണം. അവിടുന്ന് വളരണം. എല്ലാ യേശു കർത്താവിന്റെ വിലയേറിയ മാധുര്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. റോമർക്ക് എഴുതിയ ലേഖനം നമ്മള് കഴിഞ്ഞ മാസം നമ്മൾ അജിബാറിന്റെ വീട്ടിൽ വെച്ച് റോമർക്ക് എഴുതിയ ലേഖനത്തിന്റെ ഒരു ആമുഖം, ഒരു വിഹക വീക്ഷണം. വിഹകം എന്ന് പറഞ്ഞാൽ എന്തുവാ? ബേർഡ്. വിഹക വീക്ഷണം എന്ന് പറഞ്ഞാൽ ബേർഡ്സ് ഐ വ്യൂ എന്ന് പറഞ്ഞാല് ഒരു പക്ഷി മേലേന്ന് പറന്നൊരു ഓവറോൾ പിക്ചർ കാണും അല്ലെ. ഒരു പക്ഷി പറക്കുന്നത് പോലെ ഇപ്പൊ ഒരു വലിയ ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു പക്ഷി മേലെ എക്രോസ് പറക്കുവാണെങ്കിൽ അതിന്റെ ഒരു വീക്ഷണം, ഒരു ഓവറോൾ പിക്ചർ, അതിനാ വിഹക വീക്ഷണം എന്നൊക്കെ പറയുന്നത്. അപ്പൊ ബേർഡ്സ് ഐ വ്യൂ നമ്മൾ ഇംഗ്ലീഷിൽ പറയാം. അപ്പം നമ്മൾ ആ ഓരോ ചാപ്റ്റേഴ്സിന്റെയും മെയിൻ പോയിന്റ്സും ഈ റോമർക്ക് എഴുതിയ ഈ ലേഖനം അത് പൗലോസ് അത് കുരിന്തിൽ വെച്ച് എഴുതിയ കാര്യവും, അത് AD 57 കാലയളവിൽ കുരിന്തിൽ വെച്ച് എഴുതിയ കാര്യം തന്നെ മൂന്നാം മിഷണറി യാത്രയുടെ അന്ത്യത്തോട് അടുത്ത സമയത്തായിരിക്കണം ഇത് എഴുതിയതെന്നാണ് ഇതിലെ പല ഗ്രീറ്റിംഗ്സും അതുപോലുള്ള പല വാക്യങ്ങളൊക്കെ ഒത്തുനോക്കി ചരിത്രകാരന്മാർ പറയുന്ന ആ ഒരു പൗലോസിന് 3 മിഷണറി യാത്രകളെ കുറിച്ചൊക്കെ നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളിലൊക്കെ വായിക്കുന്നുണ്ട്. അപ്പൊ അതില് 3-ാം മിഷണറി യാത്രയുടെ അന്ത്യത്തിൽ പൗലോസ് റോമിലെ സഭയ്ക്ക് എഴുതുവാണ്. റോമിലെ സഭ പൗലോസ് സ്ഥാപിച്ച ഒരു സഭയായിരുന്നില്ല, എന്ന വളരെ വിശ്വാസത്തിന് പേരുകേട്ട ഒരു സഭയായിരുന്നു. അവരുടെ വിശ്വാസത്തെക്കുറിച്ച് അതിന്റെ 8-ാമത്തെ വാക്യം നമ്മൾ 1:8 വായിക്കുവാണെങ്കിൽ, നിങ്ങളുടെ വിശ്വാസം സർവ്വലോകത്തിലും പ്രസിദ്ധമായിരിക്കുന്നതിനാൽ ഞാൻ ആദ്യം തന്നെ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്തോത്രം ചെയ്യുന്നു. റോമർ 1:8 കണ്ടോ? അപ്പം അത്രമാത്രം അതുപോലെ വലിയ ഒരു ആത്മീയ പിതാവ് എന്ന് പറയാൻ അത്ര വലിയൊരു അപ്പോസ്റ്റലിന്റെ പേരൊന്നും എടുത്തു പറയാനില്ലാതിരുന്ന സഭയായിരുന്നിട്ട് പോലും അവരുടെ വിശ്വാസം, അവരുടെ കർത്താവിലുള്ള ആശ്രയമൊക്കെ വലിയ പേരുകേട്ടതായിരുന്നു. കുരിന്ത് സഭക്കാർക്ക് ആത്മീയ പിതാവായിട്ട് പൗലോസൊക്കെ എടുത്തു പറയാനുണ്ടായിരുന്നു. എന്താ അവരുടെ അവസ്ഥയൊക്കെ വളരെ പരിതാപകരമായിരുന്നു എന്നുള്ള അവസ്ഥയൊക്കെ, എസ്പെഷ്യലി 1 കുരിന്ത്യരുടെ സഭ. 2 കുരിന്ത്യരായപ്പോഴത്തേക്കും പിന്നെ കുറച്ചുകൂടെ കാര്യങ്ങളിൽ വ്യത്യാസം വന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പം നമ്മളുടെ ആത്മീയ പിതാക്കന്മാരെ കുറിച്ചോ ഒന്നും നമുക്ക് ഞങ്ങള് സാക്വനം ബ്രദർ സ്ഥാപിച്ച സഭയിലെ സഹോദരങ്ങളാന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ നമ്മുടെ വലിയ വലിയ നല്ല സഹോദരങ്ങളുടെ ശുശ്രൂഷ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതിലൊന്നും അതൊന്നും ഒരുപക്ഷെ നമ്മുടെ ആത്മീയതയുടെ അടയാളമായിക്കൊള്ളണമെന്നില്ല. നമ്മള് എത്രമാത്രം നമ്മളുടെ ആ സ്വന്തം ശക്തി തകർന്ന് പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളിൽ ഒന്ന് നിറഞ്ഞൊഴുകുന്നുണ്ടോ ആ ഒരു അളവിലാണ് നാം കർത്താവിനോട് ഒന്നായി ചേർന്നിരിക്കുന്നതും കർത്താവിനെ അറിയുന്നതും കർത്താവിനെ പിൻപറ്റാൻ നമുക്ക് സാധിക്കുന്നതുമല്ല. അപ്പൊ ആ റോമിലെ ആ സഭ ആര് സ്ഥാപിച്ചു എന്നുള്ളതിന് പോലും വ്യക്തമായിട്ടുള്ള ഉത്തരം നമുക്കില്ല എന്ന് ചരിത്രകാരന്മാര്, ബൈബിൾ പണ്ഡിതന്മാര് പറയുന്നത് അത് പൗലോസ് സ്ഥാപിച്ച സഭയല്ല എന്നുള്ള കാര്യം പൗലോസിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. പൗലോസ് അവരെ കാണുവാനായിട്ട് കൊതിക്കുന്ന കാര്യവും താൻ വരാൻ ആഗ്രഹിക്കുന്ന കാര്യമൊക്കെ പറയുന്ന കാര്യമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ഞാൻ പലതവണ വരാൻ ആഗ്രഹിച്ച കാര്യവും അപ്പോഴൊക്കെ തടസ്സപ്പെട്ട കാര്യമൊക്കെ പൗലോസ് പറയുന്നുണ്ട്. എന്നാ അതതിന്റെ 1:13 വായിക്കുവാണെങ്കിൽ, എന്നാൽ സഹോദരന്മാരെ, എനിക്ക് ശേഷം ജാതികളിൽ എന്ന പോലെ നിങ്ങളിലും വല്ല ഫലവും ഉണ്ടാകേണ്ടതിന് നിങ്ങളുടെ അടുക്കൽ വരുവാൻ ഞാൻ പലപ്പോഴും ഭാവിച്ചു, എങ്കിലും ഇതുവരെ മുടക്കം വന്നു.
എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പം പൗലോസ് അപ്പോസ്തലൻ ദൈവത്തിന് ഏറ്റവും വലിയ അപ്പോസ്തലൻ. അപ്പം പിന്നെ പൗലോസ് ഒരു കാര്യം ഭാവിച്ചാല് അതൊക്കെ അങ്ങ് നടക്കും എന്ന് നമ്മളങ്ങ് വിചാരിക്കുക. ഇത് അത്രമാത്രം പരിശുദ്ധാത്മാവിനെ നിറയപ്പെട്ട പരിശുദ്ധാത്മാ നയിക്കപ്പെട്ടിരുന്ന പൗലോസിന് പോലും ചില കാര്യങ്ങളൊക്കെ ദൈവം തന്നെ ചില തടസ്സങ്ങളൊക്കെ കൊണ്ടുവന്ന് ചില മുടക്കങ്ങളും കാര്യങ്ങളും. അപ്പൊ എത്രയധികം നമ്മുടെ ജീവിതത്തിലൊക്കെ ചില ചെറിയ ചെറിയ മുടക്കങ്ങള് പെട്ടെന്ന് നോക്കുമ്പോ കാറിന്റെ കീ കാണുന്നില്ല, ഇങ്ങോട്ട് പോയി, അതുപോലെയൊക്കെയുള്ള ഒരു ചെറിയ ചെറിയ കാര്യങ്ങള്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു ചെറിയ ചെറിയ കാര്യത്തിൽ എല്ലാത്തിലും എല്ലാം ദൈവം അനുവദിച്ച് അറിയാതല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാല് അവിടെ ആ പൗലോസ് സ്ഥാപിച്ചതല്ല, ഒരുപക്ഷെ പെന്തക്കോസ്ത് നാളിൽ യെരുശലേമില് റോമിൽ നിന്നുള്ള ആൾക്കാരൊക്കെ അപ്പൊ അവിടെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ പുസ്തകത്തിൽ 2:10 നമ്മൾ പലയിടത്തു നിന്നുള്ള ആൾക്കാരെ കുറിച്ച് വായിക്കുമ്പോൾ റോമിൽ വിസിറ്റേഴ്സ് ഫ്രം റോമിൽ നിന്ന് വന്ന് പാർക്കുന്നവരും എന്നൊക്കെയുള്ള കാര്യം പുസ്തകത്തിൽ 2:10 നമ്മൾ വായിച്ചായിരുന്നു. അപ്പൊ അങ്ങനെ അന്ന് തിരിച്ചു പോയവര് അവിടെ സുവിശേഷം കൊണ്ടെത്തിച്ച് അവിടെ സഭ സ്ഥാപിക്കപ്പെട്ടതാകാം. അല്ലാതെ അല്ലെങ്കിൽ റോമിലേക്ക് കുടിയേറി പാർത്ത ഏഷ്യയിലും മക്കദോനിയയിലും ഗ്രീസിലും ഒക്കെ പൗലോസ് സ്ഥാപിച്ച സഭകളിലെ വിശ്വാസികൾ സ്ഥാപിച്ചതാകാം. അങ്ങനെ ജാതികളിൽ നിന്നുള്ളവരും യഹൂദന്മാരും ഒക്കെ ഈ റോമിലെ സഭയിലുണ്ടായിരുന്നു. അപ്പം പൗലോസ് ഈ സുവിശേഷത്തെ കുറിച്ച് ഈ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുമ്പോൾ ജാതികൾക്കെതിരായിട്ടും, ജാതികൾ എങ്ങനെ, ജാതികൾ എന്ന് പറഞ്ഞാൽ യഹൂദന്മാരല്ലാത്തവരാണ് ജാതികൾ, ജെന്റൈൽസ്. അപ്പം ജാതികളായിട്ടുള്ളവർ, നമ്മളൊക്കെ ജാതികളിൽ നിന്ന് കർത്താവിനെ അറിഞ്ഞിട്ടുള്ളവരാണ്. നമ്മളാരെങ്കിലും യഹൂദന്മാരായിട്ട് വന്നിട്ടുള്ളവരാണോ? അല്ല. അപ്പം നമ്മൾ ജാതികളായിട്ടുള്ളവരാണെങ്കിൽ പാപികളാണ്, ദൈവമുമ്പാകെ പാപികളാണെന്നുള്ള കാര്യമാണ് 1-ാം അധ്യായത്തിൽ പറയുന്നത്. പിന്നെ യഹൂദന്മാർ, ന്യായപ്രമാണമുള്ള യഹൂദന്മാരാണെങ്കിലും ഞങ്ങൾ ന്യായപ്രമാണമുള്ള വലിയ ആൾക്കാർ, ഞങ്ങൾക്ക് ഇന്ന പാരമ്പര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞാലും അവരും പാപം ഉള്ളവരാണ്, പാപികളാണ്. അങ്ങനെ 1-ാം അധ്യായത്തില് ജാതികൾ പാപികളാണെന്ന് പറയുന്നു, 2-ാം അധ്യായത്തിൽ യഹൂദന്മാര് പാപികളാണെന്ന് പറയുന്നു, 3-ാം അധ്യായത്തിൽ 23 വരുമ്പോൾ ആരൊക്കെയാ? എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. റോമർ 3-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിൽ നമ്മൾ എന്താ പറയുക? റോമൻസ് 3:23 എന്തുവാ പറയുന്നേ? റോമൻസ് 3:23 വാട്ട് ഡസ് ഇറ്റ് സേ? ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരെ തീർന്നു. അപ്പം ദൈവത്തിന്റെ സുവിശേഷത്തിന്റെ ഏറ്റവും ക്ലിയറസ്റ്റ് എക്സ്പ്ലനേഷൻ ഒക്കെ ഒരു റോമർക്ക് എഴുതിയ ലേഖനത്തിലാണ്. മറ്റേതൊരു ലേഖനത്തിനെക്കാട്ടിലും വ്യക്തമായിട്ട് നമ്മൾ റോമർക്ക് എഴുതിയ ലേഖനത്തിലാണ് ദൈവത്തിന്റെ സുവിശേഷത്തിന്റെ, കർത്താവിന്റെ സുവിശേഷത്തിന്റെ വ്യക്തമായിട്ടുള്ള ഒരു എക്സ്പോസിഷൻ, അതിനൊരു പഠനം, അതിനൊരു വിവരണം നമ്മൾ കാണുന്നത്. അപ്പോൾ സുവിശേഷം എന്ന് പറയുമ്പോൾ നമ്മൾ സുവിശേഷം എന്ന് പറയുമ്പോൾ അവിശ്വാസികളോട് പറയുന്ന ഒരു സദ്വാർത്ത, യേശുക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി മരിച്ചു എഴുന്നേറ്റ് നിങ്ങളെ പാപങ്ങളേറ്റ് പറഞ്ഞ് കർത്താവിനെ സ്വീകരിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരും, കർത്താവ് നിങ്ങളെ ഒരു പുതു സൃഷ്ടിയാക്കി തീർക്കും, നമ്മളുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റുവാൻ കർത്താവ് മതിയായവനാണ്, നമുക്ക് സമാധാനവും സന്തോഷവും കർത്താവ് തരും. അങ്ങനെ ആ ഒരു പാപികളോട്, അതായത് കർത്താവിനെ ഇതുവരെ അറിയാത്തവരോട് നമ്മൾ പറയുന്ന ഒരു സുവിശേഷം, ആ ഒരു അർത്ഥത്തിലാണ് നമ്മൾ സാധാരണ സുവിശേഷം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. എന്നാൽ അതിന്റെ പൂർണ്ണ അർത്ഥത്തിൽ നമ്മൾ സുവിശേഷം എന്നുള്ള വാക്ക് ബൈബിളിൽ എവിടെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു അർത്ഥത്തിൽ നമ്മൾ നോക്കുമ്പോൾ അത് സുവിശേഷത്തിന്റെ ഒരു ചെറിയൊരു ബിഗിനിങ് മാത്രം, അതിന്റെ ഒരു ആരംഭം മാത്രം. എന്നാൽ പൂർണ്ണ സുവിശേഷം എന്ന് പറയുമ്പോൾ അത് നമ്മുടെ പാപത്തിന്റെ ക്ഷമ മാത്രമല്ല, നമ്മളുടെ നീതീകരണം, അതായത് നമ്മൾ ഇതുവരെ പാപം ചെയ്തിട്ടില്ലാത്തവരെന്നവണ്ണം കർത്താവ് നമ്മളെ കാണുന്ന കാര്യവും, പാപത്തെ ജയിക്കുന്ന കാര്യവും, ആ ഒരു ലീഗലിസം, നിയമവാദിത്വം എന്ന് പറഞ്ഞാൽ ഒരു ലെറ്റർ മാത്രം അക്ഷരം പിടിച്ചുകൊണ്ടുള്ള ഒരു ആത്മാവിനെ സ്പർശിക്കാതെ അക്ഷരം മാത്രം പിടിച്ചൊരു പരീക്ഷ മനോഭാവത്തോടെ വചനത്തെ വ്യാഖ്യാനിക്കുന്ന കാര്യങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ആ ലീഗലിസത്തിൽ നിന്നുള്ള ഒരു സ്വാതന്ത്ര്യം, പിന്നെ ആ ഒരു ആത്മാവിലുള്ള ഒരു ജീവിതം, സഭയായിട്ട് നമ്മൾ ക്രിസ്തുവാകുന്ന ശരീരമാകുന്ന സഭ, റോമർ 12-ാം അധ്യായത്തിൽ അതാ ക്രിസ്തുവാകുന്ന ശരീരമാകുന്ന സഭയായില് നമ്മള് ബാക്കി സഹോദരങ്ങളെ ഉൾക്കൊള്ളുകയും ബലഹീനരെ താങ്ങുകയും ഒക്കെ ചെയ്യുന്ന റോമർ 14-ാം അധ്യായം. അങ്ങനെ റോമർ 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴത്തേക്കും സാത്താനെ കാൽക്കീഴിൽ ചവിട്ടി മെതിച്ച് നമ്മള് കർത്താവിന്റെ സർവ്വജയവും കൈയാളുന്ന ഒരു പൂർണ്ണ സുവിശേഷം, അങ്ങനെ ഒരു പൂർണ്ണ സുവിശേഷമാണ് നമ്മൾ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ വായിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ റോമർ 1-ാം അധ്യായത്തില് അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, റിവീൽ ഫ്രം ഫെയ്ത്ത് ടു ഫെയ്ത്ത്. എവിടെ വായിക്കുന്നത്? 17-ാമത്തെ വാക്യം. റോമർ 1-ാം അധ്യായം എടുത്തല്ലോ അല്ലെ, അതിന്റെ 17th വേഴ്സ് 17-ാമത്തെ വാക്യത്തിൽ എന്താ വായിക്കുന്നത്? അതിൽ ദൈവത്തിന്റെ നീതി ഇവിടെ വെളിപ്പെടുക. ഈ സുവിശേഷത്തിനെ കുറിച്ച് എനിക്ക് ലജ്ജയില്ലെന്നൊക്കെ 16-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ നീതി വിശ്വാസ ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു.
ഈ വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു. അങ്ങനെ മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെ? ഈസ് റിവീൽഡ് ഫ്രം ഫെയ്ത്ത് ടു ഫെയ്ത്ത്. വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വെളിപ്പെടുന്നു. മലയാളത്തില് വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വെളിപ്പെടുന്നു. എന്ന് വെച്ചാൽ നമുക്ക് പാപക്ഷമയ്ക്കുള്ള ഒരു വിശ്വാസം, പിന്നെ പാപത്തെ ജയിക്കാനുള്ള ഒരു വിശ്വാസം, ആത്മാവിലുള്ളൊരു ജീവിതം, അങ്ങനെ ഒരു സഭയിൽ ഒന്നായി ചേരുന്നു. അങ്ങനെ സാത്താനെ കാൽക്കീഴിൽ ചതച്ച് പിന്നെ മുന്നേറുന്ന ഒരു വിശ്വാസം. അങ്ങനെ വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് ദൈവത്തിന്റെ നീതി വെളിപ്പെടുന്ന ഒരു കാര്യമാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്, ഈ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പൊ ആ ഒരു റോമർക്ക് എഴുതിയ ലേഖനത്തിന്റെ ആ ഒരു ഹെഡിങ് തന്നെ എന്താണെന്ന് നമ്മൾ വായിച്ചു. ദ ഗോസ്പൽ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ സുവിശേഷം. യുവാഞ്ചലിയോൺ എന്നുള്ളൊരു വാക്കാ ഗ്രീക്കിലെ സുവിശേഷത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ ഇവാഞ്ചലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സുവിശേഷവൽക്കരിക്കുക. ആ വാക്ക് എങ്ങനെ വന്നു പറഞ്ഞാൽ യു എന്ന് പറഞ്ഞാൽ യു തൈമിയ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള യു കാരിയോട്സ് എന്നൊക്കെ പറഞ്ഞുള്ള വാക്കുണ്ട്. യു എന്ന് പറഞ്ഞാൽ വെൽ, നന്നായി ആയിരിക്കുക എന്നുള്ളൊരു കാര്യം. യു ടു ബി വെൽ, ഗുഡ് എന്നുള്ളൊരു അർത്ഥമാണ്. ആംഗലാസ് എന്ന് പറഞ്ഞാല് ദൂതൻ. അപ്പൊ അങ്ങനെ ദൈവത്തിന്റെ ആ നല്ല ദൂത് എന്നുള്ളതിനെ കുറിക്കുന്ന ഒരു വാക്കാണ് യുവാഞ്ചലിയോൺ. അതിൽ നിന്നാണ് ഇവാഞ്ചലിസവും ഇവാഞ്ചലൈസേഷൻ അങ്ങനെയൊക്കെയുള്ള ഇവാഞ്ചലിസ്റ്റിക് അങ്ങനെയൊക്കെയുള്ള ഇംഗ്ലീഷ് വാക്കുകളൊക്കെ അങ്ങനെയുള്ള ഗ്രീക്ക് പദങ്ങളിൽ നിന്നൊക്കെ വന്നിട്ടുള്ള വാക്കുകളാണ്. അപ്പം ഗോസ്പൽ, ഗുഡ് ന്യൂസ്, സുവാർത്ത, സദ്വാർത്ത, സുവിശേഷം. സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്താ? സുവായ വിശേഷം, നല്ല വിശേഷം, നല്ല വാർത്ത. നല്ല വാർത്ത എന്താ? കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റു, ഞാൻ എനിക്കായിട്ടില്ല, ഞാൻ കർത്താവിനായിട്ട് ജീവിക്കുന്നു, എന്നെ കർത്താവ് വിടുവിച്ചിരിക്കുന്നു. അത് നല്ല വാർത്തയല്ലേ? നമ്മളുടെ പാപങ്ങളുടെ ശിക്ഷയായിട്ട് നമ്മൾ നിത്യ നരകത്തിലേക്ക് പോകുന്നു എന്നുള്ളതിൽ അതങ്ങ് നിന്നായിരുന്നെങ്കിൽ അതൊരു നല്ല വാർത്തയല്ല. അയ്യോ നമ്മൾ നരകത്തിലോട്ട് പോകുന്ന കർത്താവ് നമുക്ക് വേണ്ടി നരകയാതനെല്ലാം സഹിച്ചു. നമ്മൾ മനസാന്തരപ്പെട്ട കർത്താവെ എനിക്കിനി പാപം ചെയ്യാൻ ആഗ്രഹമില്ല, എനിക്കായിട്ടല്ല അങ്ങേക്കായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുവാണെങ്കിൽ കർത്താവിന്റെ ഒരു ക്ഷമയും ജീവനും ഒക്കെ നമ്മളിൽ വന്ന് നിറഞ്ഞ് നമ്മളൊരു പുതു സൃഷ്ടിയായി തീർന്ന് കർത്താവിനെ പോലെ അധികമായിട്ട് രൂപാന്തരപ്പെടുന്ന ഒരു സുവിശേഷം. അപ്പൊ ഇംഗ്ലീഷിലാണെങ്കിൽ ആദ്യത്തെ വാക്യത്തിൽ തന്നെ സെറ്റ് അപ്പാർട്ട് ഫോർ ദ ഗോസ്പൽ ഓഫ് ഗോഡ് എന്നുള്ളൊരു വാക്ക് അവിടെ ഇംഗ്ലീഷിൽ ഒന്നാമത്തെ വാക്യത്തിൽ തന്നെ വായിക്കുന്നുണ്ട്. മലയാളത്തിലാണെങ്കിൽ അത് എത്രാമത്തെ വാക്യത്തിലാണ് വായിക്കുന്നേ? രണ്ടാമത്തെ വാക്യത്തില് തന്റെ പ്രവാചകന്മാർ മുഖാന്തരം മുമ്പുകൂട്ടി വാഗ്ദത്തം ചെയ്ത് സുവിശേഷത്തിനായി വേർതിരിച്ച്. അപ്പൊ ആ സുവിശേഷം എന്നുള്ള വാക്ക് വീണ്ടും നമ്മൾ ഈ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ 16ാമത്തെ വാക്ക് ഞാൻ പറഞ്ഞു, എനിക്ക് സുവിശേഷത്തെ കുറിച്ച് ലജ്ജയില്ല. അത് ദൈവത്തിന്റെ നീതി, അതായത് സുവിശേഷത്തിൽ ദൈവത്തിന്റെ നീതി വെളിപ്പെടുന്ന കാര്യമൊക്കെയാണ് നമ്മൾ 17ാമത്തെ വാക്യത്തിൽ ഇപ്പൊ നമ്മൾ വായിച്ചു നിർത്തി. അപ്പം നമ്മള് ഈ ദൈവത്തിന്റെ പൂർണ്ണമായിട്ടുള്ളൊരു സുവിശേഷം കർത്താവേ എനിക്കതൊരു വലിയ വെളിപ്പാടായി ലഭിക്കണമെന്നുള്ളൊരു ദാഹത്തോടെ നമ്മളായിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കാര്യങ്ങള് കർത്താവ് കൂടുതലായിട്ട് നമുക്ക് ആ കാര്യങ്ങളെ സുവിശേഷം വെളിച്ചത്തിൽ വ്യക്തമാക്കി തരും. അത് നമ്മൾ ഒന്നാം അധ്യായത്തിന് 1ാമത്തെ വാക്യം നമ്മൾ കഴിഞ്ഞ ആഴ്ച നമുക്കൊരു 2 വാക്യമൊക്കെ കഷ്ടിച്ചെന്ന് ചിന്തിക്കാനേ പറ്റിയുള്ളൂ. 1ാമത്തെ വാക്യം ഞാൻ ഒന്നുകൂടെ വായിക്കുക. ദൈവം തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ ദൈവം യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഈ സുവിശേഷം എന്ന് പറഞ്ഞു വരിക. അപ്പം ദൈവത്തിന്റെ പുത്രൻ ആരാണ്? യേശുക്രിസ്തു. പിതാവായ ദൈവം, പുത്രനായിട്ടുള്ള യേശുക്രിസ്തു, പരിശുദ്ധാത്മാവുന്ന ത്രിയേക ദൈവം, ട്രിനിറ്റി. ദൈവത്തിൽ എത്ര വ്യക്തിത്വം ഉണ്ട്? ഹൗ മെനി പേഴ്സൺസ് ഇൻ ട്രിനിറ്റി? ജോഹാൻ അറിയാവുന്നതിനെ ഹൗ മെനി പേഴ്സൺസ് ഉണ്ട് ട്രിനിറ്റിയില്? 3 പേരുണ്ടല്ലേ. ആരൊക്കെയാ? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഫാദർ, ദ സൺ ആൻഡ് ദ ഹോളി സ്പിരിറ്റ്. ആരാ പുത്രൻ? ആരാ? ജീസസ് ക്രൈസ്റ്റ്. അപ്പൊ അതാ നമ്മളിവിടെ വായിക്കുന്നത്. ദൈവം തന്റെ പുത്രനും, ആ പുത്രൻ ആരാ? നമ്മുടെ കർത്താവാണ്. കർത്താവ് എന്ന് പറയുമ്പം ആ ഒരു ലോഡ്ഷിപ്പ് നടത്തുന്നവൻ, കർത്താവ് ആ ഒരു ലോഡ് എന്നുള്ളൊരു വാക്കാണ് നമ്മളിവിടെ വായിക്കുന്നത്. ലോഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളുടെ യജമാനത്വം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ നമ്മൾ ആ വാക്ക് ആഴത്തിൽ കണ്ടായിരുന്നു. നമ്മളുടെ കർത്തൃത്വം ഇന്നും അത് ഓരോ ദിവസവും ഒരിക്കലായിട്ടുള്ള ഒരു കാര്യമല്ല. നമ്മള് ശരിയാണ്, ഒരിക്കലായിട്ട് കർത്താവേ നീ എനിക്കായിട്ടുള്ളതിനല്ല അങ്ങേക്കായിട്ടുള്ളതിനെന്ന് പറഞ്ഞ് നാം കർത്താവിനെ നമ്മെ തന്നെ സമർപ്പിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മുടെ കർത്താവ് ആരാണ്? ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ ഉടമസ്ഥാവകാശം ആരുടെ കയ്യിലായിരിക്കുന്നത്? നമ്മൾ തന്നെ ഓരോ കാര്യങ്ങൾ ചിന്തിക്കുകയും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുവാണോ?
അതോ തുടർമാനമായിട്ടുള്ളൊരു കൈമാറ്റം നടക്കുന്നുണ്ടോ? തുടർമാനമായിട്ട് കർത്താവെ, ഞാൻ ഇനി എനിക്കായിട്ടല്ല അങ്ങേക്കായിട്ട് ഉള്ളവനാണ് കർത്താവെ, അങ്ങ് തന്നെ എന്റെ ജീവിതത്തെ നിയന്ത്രിക്കണം. അങ്ങ് എങ്ങനെയാണ് ചിന്തിച്ചത്, അങ്ങ് എങ്ങനെയാണ് സംസാരിച്ചത്, അങ്ങ് എങ്ങനെയാണ് പ്രവർത്തിച്ചത്, അതുപോലെ എനിക്കും ആയിരിക്കണം. അവിടുന്ന് എന്റെ കർത്താവാണ്, യജമാനനാണ്. ഞാൻ എന്താണ്? ഞാനൊരു അടിമദാസനാണ്. അതാ നമ്മളിവിടെ താഴോട്ട് വായിക്കുന്നത്. യേശു കർത്താവ് കർത്താവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആരാണെന്ന് ചോദിച്ചാൽ നമ്മള് വി ആർ ജസ്റ്റ് എ ബോൺ സ്ലീവ്, ദാസൻ അല്ലെങ്കിൽ അടിമദാസൻ. അപ്പം ആ യേശു ക്രിസ്തുവിനെ കുറിച്ച് അപ്പം അത് നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ അങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മുടെ ദൈവം തന്നെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ, ഹോളി സ്ക്രിപ്റ്റേഴ്സിൽ പറഞ്ഞ ഹോളി സ്ക്രിപ്റ്റേഴ്സ് എന്ന് പറയുമ്പം ആ പഴയ നിയമ പുസ്തകങ്ങളെ ഹോളി സ്ക്രിപ്റ്റേഴ്സ്, പഴയ നിയമമാണെങ്കിലും പുതിയ നിയമമാണെങ്കിലും അത് എന്താ? വിശുദ്ധ രേഖകളാണ്. ലോകത്ത് എന്തെല്ലാം പുസ്തകങ്ങളുണ്ട്, എത്രയെല്ലാം പുസ്തകങ്ങളുണ്ട്, എത്രയോ ചീത്ത പുസ്തകങ്ങളുണ്ട്, മനുഷ്യനെ തെറ്റായ രീതിയിലേക്ക് നയിക്കുന്ന പുസ്തകങ്ങളുണ്ട്, മനുഷ്യനെ വഴിതെറ്റിക്കുന്ന പുസ്തകങ്ങളുണ്ട്. ഇന്ന് ശാസ്ത്രവും അല്ലെങ്കിൽ ന്യൂട്രലായിട്ട് നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത തരത്തിലുള്ള പുസ്തകങ്ങളുണ്ട്. ക്രിസ്തീയമായിട്ടുള്ള പുസ്തകങ്ങൾ എത്രയുണ്ട്. എന്നാൽ ദൈവത്തിന്റെ ശ്വാസത്താല് ഇൻസ്പയർഡ് ആയിട്ടുള്ള ദൈവശ്വാസീയമായിട്ടുള്ള ഏക പുസ്തകം ഏതാണ്? തിരുവചനം. കർത്താവ് തന്നെ തിയോനെറ്റോസ് എന്നുള്ള ഒരു വാക്കൊക്കെ നമ്മളവിടെ 2 തിമോത്തിയോസ് 3:17-18 നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പൊ ഹോളി സ്ക്രിപ്റ്റേഴ്സ്, കർത്താവിന്റെ പരിശുദ്ധ. അതുകൊണ്ടാണ് നമ്മൾ ദൈവവചനത്തെ അത്ര അധികം നമ്മൾ ബഹുമാനിക്കേണ്ടതും നമ്മൾ ആ വചനങ്ങള് വായിച്ച് നമ്മൾ ഗ്രഹിക്കേണ്ടതായിട്ടൊക്കെ ഉള്ളത്. നമുക്ക് ദൈവം തന്ന എത്ര വലിയൊരു അസറ്റാണ്, ദൈവം തന്ന നമുക്ക് എത്ര വലിയൊരു അസറ്റാണ് എന്നുള്ളൊരു കാര്യം, എത്ര വലിയൊരു നിക്ഷേപമാണ്, എത്ര വലിയൊരു ട്രഷറാണ് ഇതെന്ന് മനസ്സിലാക്കി നമ്മൾ അതിനെ ഒത്തിരിയധികം വാല്യൂ ചെയ്യുകയും ഇപ്പൊ നമുക്ക് എന്താ പറയുന്നേ, ഒരു വലിയ വിലപിടിപ്പുള്ള ഒരു സമ്മാനം ഒരാൾ കൊണ്ട് തരുമ്പം ഓക്കെ താങ്ക് യു എന്ന് പറഞ്ഞ് നമ്മൾ എവിടെ മൂലയ്ക്ക് എടുത്തിട്ട് അങ്ങ് പോവോ? ഇല്ല, നമ്മളത് ഏറ്റവും വിലപിടിപ്പുള്ളത്, ഏറ്റവും അത് പ്രഷ്യസ് ആയിട്ട് ഏറ്റവും അത് സൂക്ഷിച്ച് അതിനൊരു കേടുപാട് പറ്റാതെ നമ്മളത് സൂക്ഷിക്കും എന്ന് പറയുന്നത് പോലെ നമ്മൾ ദൈവവചനത്തെ അതുപോലെ ഒരു വിശുദ്ധ രേഖകളായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടോ? ആ വിശുദ്ധ രേഖകളിൽ എന്താ ദൈവം ചെയ്തേ? തന്റെ 2ാമത്തെ വാക്യം കണ്ടോ? തന്റെ പ്രവാചകന്മാർ മുഖാന്തരം മുൻകൂട്ടി വാഗ്ദത്തം ചെയ്തു ഈ സുവിശേഷം. ഈ സുവിശേഷം കർത്താവിലൂടെ ആയ സുവിശേഷം പ്രഖ്യാപിക്കപ്പെട്ടത്. അതിനുശേഷം ശിഷ്യന്മാരും എല്ലാം ഈ സുവിശേഷം പ്രഖ്യാപിച്ചു. എന്നാൽ അത് പഴയ നിയമത്തിലെ അത് വാഗ്ദാനം ചെയ്തായിരുന്നു. ഉൽപ്പത്തി പുസ്തകത്തിലെ കർത്താവ് പറഞ്ഞു, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കുമെന്ന് പറഞ്ഞു. അപ്പോഴേ അവിടെ ഒരു സുവിശേഷം തുടങ്ങും. അവിടെ സുവിശേഷത്തിന്റെ ഒരു വാഗ്ദാനം, സ്ത്രീയുടെ സന്തതിയായിട്ട് ആര് വരും? യേശുക്രിസ്തു വരും, ഈ സർപ്പത്തെ തകർക്കും, സർപ്പത്തിന്റെ തല തകർക്കും എന്നുള്ളൊരു വാഗ്ദാനം അവിടെ വരിക. നമ്മള് പുറപ്പാട് പുസ്തകത്തില് കർത്താവിനെ നമ്മൾ ആരായിട്ടാ കാണുന്നത്? അവിടെ മഹാപുരോഹിതനായിട്ട് നമ്മൾ അവിടെ കർത്താവിനെ കാണുന്നുണ്ട്. പിന്നെ മരുഭൂമിയിൽ ഉയർത്തപ്പെട്ട പിച്ചള സർപ്പമായിട്ട് കർത്താവിനെ കാണുന്നുണ്ട്. മഹാപുരോഹിതനായിട്ട് കർത്താവിനെ കാണുന്നുണ്ട്. കനാനിലേക്ക് യഹൂദ ജനതയെ, ഇസ്രായേൽ മക്കളെ നയിച്ച യേശുവിന്റെ ഒരു ചിത്രമായിട്ട് നമ്മൾ അവിടെ കാണുന്നുണ്ട്. അങ്ങനെ ദാവീദ് പുത്രനായിട്ടാണ് കർത്താവിനെ അറിയപ്പെടുന്നത്. അപ്പൊ ദാവീദ് കർത്താവിന്റെ ഒരു ചിത്രമായിട്ട് ദാവീദ് മെസ്സിയെ കുറിച്ചുള്ള പല സങ്കീർത്തനങ്ങൾ എഴുതുന്നതൊക്കെ നമ്മളവിടെ കാണുന്നുണ്ട്. ശലോമോൻ രാജാവ് അതുപോലെയുള്ള ശലോമോൻ രാജാവും യേശുവിന്റെ ഒരു ടൈപ്പായിട്ട്, യേശുവിന്റെ ഒരു പ്രതീകമായിട്ട് പല കാര്യങ്ങൾ നമ്മൾ പഴയ നിയമത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു യേശുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. യെശയ്യാവിന്റെ പുസ്തകത്തിൽ സഫറിംഗ് സെർവന്റിനെ കുറിച്ച് പറയുന്നുണ്ട്. യെശയ്യാവ് 53 അവിടെ കഷ്ടപ്പെടുന്ന ഒരു ദാസനെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെ ആ യെശയ്യാവ് 53 അധ്യായം നമ്മൾ വായിച്ചു നോക്കുവാണെങ്കിൽ ക്രൂശീകരണം ഒരാൾ നേരിട്ട് കണ്ടിട്ട് വിവരിച്ചതുപോലെ ഉള്ളൊരു കാര്യം അവിടെ യെശയ്യാവ് 53 നമ്മൾ വായിക്കുന്നത്. അപ്പൊ ആ യെശയ്യാവ് 53 കാര്യങ്ങൾ, ആ ക്രൂശീകരണത്തിന്റെ ആ ഡിസ്കഷൻ നമ്മൾ കണ്ട അത് യേശുവിനെ കുറിച്ചുള്ള ആ ഒരു വിശുദ്ധ രേഖകളിൽ മുൻകൂട്ടി പ്രവാചകന്മാർ മുഖാന്തരം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ദാനിയേലിന്റെ പുസ്തകത്തിലാണെങ്കിൽ സൺ ഓഫ് മാൻ, മനുഷ്യപുത്രൻ എന്ന് പറഞ്ഞ് പറയുന്നുണ്ട്. ആ മനുഷ്യപുത്രൻ എന്നുള്ള ടൈറ്റിലാണ് കർത്താവ് മെസ്സിയെ കുറിച്ചുള്ള ഒത്തിരി ടൈറ്റിൽസ് ഉണ്ട്, ഒത്തിരി നാമധേയങ്ങളുണ്ട്. എന്നാൽ അതിൽ ഏറ്റവും എളിമയുള്ള മനുഷ്യപുത്രൻ എന്നുള്ള ഒരു ടൈറ്റിൽ ആര് സ്വീകരിച്ചേ? യേശു കർത്താവ് ഭൂമിയിൽ വന്നപ്പോൾ സ്വീകരിച്ചേ മനുഷ്യപുത്രൻ. താൻ മനുഷ്യപുത്രനാന്ന് പറയുമ്പോൾ കർത്താവ് ഒരർത്ഥത്തിൽ കർത്താവ് തന്നെ ഒരു ഓർഡിനറി മാൻ ആയിട്ട്, സാധാരണക്കാരനായിട്ട് കർത്താവ് ഐഡന്റിഫൈ ചെയ്യുന്നുള്ള കർത്താവിന്റെ താഴ്മ നമ്മൾ അവിടെ കാണുന്നുണ്ട്. അതേ അർത്ഥത്തിൽ തന്നെ ഇത് ഞാന് അഭിഷിക്തനായിട്ട് വരാനിരിക്കുന്ന അഭിഷിക്തൻ, നമ്മള്
നമുക്ക് ആ വാക്യം പരിചയമില്ലെങ്കിലും ഈ വിശുദ്ധ രേഖകളിൽ മുൻകൂട്ടി പ്രവചിച്ചതിന്റെ പല പല കാര്യങ്ങൾ പറയുമ്പോൾ ദാനിയലിന്റെ പുസ്തകത്തിൽ ആ വാക്യം നമുക്ക് അറിയാവോ? ദാനിയൽ 7-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്. ദാനിയൽ 7-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം, അവിടെ മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തൻ, അതാണ് വൺ ലൈക്ക് എ സൺ ഓഫ് മാൻ. അപ്പൊ ആ സൺ ഓഫ് മാൻ എന്ന് പറയുന്നത് അത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ളൊരു പ്രവചനമാണ്. ഏൻഷ്യന്റ് ഓഫ് ഡേയ്സ്, വയോധികൻ എന്നുള്ള വാക്ക് അവിടെ ഏൻഷ്യന്റ് ഓഫ് ഡേയ്സ് പിതാവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ ഒരു അങ്ങനെയുള്ള പല പ്രവചനങ്ങൾ നമ്മൾ നോക്കുമ്പോൾ വചനത്തിലുടനീളം യേശുവിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ, ബൈബിളിലെ പഴയ നിയമത്തിൽ ഓരോ ഗ്രന്ഥങ്ങളും യേശുവിനെ കുറിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിവിടെ കാണുന്നുണ്ട്. ഇപ്പം ആ പിളർക്കപ്പെട്ട പാറ, മരുഭൂമിയിൽ പിളർക്കപ്പെട്ട പാറ ആരായിരുന്നു? പാറ ക്രിസ്തു ആയിരുന്നു എന്ന് നമ്മൾ 1 Corinthians 10-3-4 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ യേശുവിന്റെ വലിയ 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 പ്രതീകങ്ങളും സദൃശ്യങ്ങളൊക്കെ നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട്. മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമുള്ള മഹാപുരോഹിതനായിട്ട് യേശുവിനെ നമ്മൾ മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം നിന്നെ ഞാൻ എന്നേക്കും പുരോഹിതനായി വാഴിച്ചിരിക്കുന്നു എന്നൊക്കെ 100-ാം സങ്കീർത്തനത്തിൽ, 100-ാം സങ്കീർത്തനമാണ് 110-ാം സങ്കീർത്തനം. 110-ാം സങ്കീർത്തനത്തിന്റെ നോക്കട്ടെ, 110-ാം സങ്കീർത്തനം ആണോ നോക്ക്, അവിടെ നമ്മളത് ഇവിടെ എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ അതിന്റെ ഒരു കൊട്ടേഷൻ നമ്മളിവിടെ വായിക്കുന്നുണ്ട്. അത് എബ്രായർക്ക് എഴുതിയ ലേഖനം ഞാൻ പെട്ടെന്ന് എടുത്ത് നോക്കി, അതിന്റെ കൊട്ടേഷൻ 104 110-4. 110-ന്റെ 4-ാമത്തെ വാക്യത്തില് വായിക്കാവോ? അതെ അതെ, ഈ വാക്യമാണ് നമ്മൾ പിന്നെ എബ്രായ ലേഖനം 5-ാം അധ്യായത്തിന് 6-ാമത്തെ വാക്യത്തിലേക്ക് കൂട്ട് ചെയ്യുന്നതായിട്ട് യേശുവിനെ കുറിച്ചാണ് ഇത് പറഞ്ഞിരിക്കുന്നത് എബ്രായ ലേഖകൻ പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മള് പഴയ നിയമം നമ്മളെ നമ്മളെ ശ്രദ്ധ വെച്ച് വായിക്കും തോറും അവിടെ എല്ലാം യേശുവിനെ കുറിച്ചുള്ള ചില പ്രവചനങ്ങളും സാദൃശ്യങ്ങളും ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. നീ മെൽക്കിസദേക്കിന്റെ വിധത്തിൽ എന്നേക്കും ഒരു പുരോഹിതൻ എന്ന് യഹോവ സത്യം ചെയ്തു, അനുദപിക്കുകയില്ല എന്നുള്ളൊരു കാര്യം നമ്മളവിടെ വായിക്കുന്നത്. അനുദപിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ഹി വിൽ നോട്ട് ചേഞ്ച് ഹിസ് മൈൻഡ്, അവന്റെ മനസ്സ് മാറ്റുകയില്ല എന്നുള്ളൊരു കാര്യമൊക്കെ നമ്മളവിടെ വായിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ വചനത്തെ എത്രമാത്രം നമ്മൾ സ്നേഹിക്കുന്നുണ്ട്. നമ്മൾ യഥാർത്ഥത്തിൽ കർത്താവിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ നമ്മൾ വചനത്തെ സ്നേഹിക്കും. വചനത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ നമുക്ക് ഈ വചനം അറിയാനുള്ളൊരു ആക്രാന്തം കാണും. നമുക്ക് കുറെ നാളായിട്ട് ഭക്ഷണം ഒന്നും കിട്ടാതിരിക്കുവാണെങ്കിൽ ഭക്ഷണം കാണുമ്പോൾ എന്തൊരു ആർത്തിയോടെ നമ്മൾ പോയി ഭക്ഷിക്കും അല്ലേ? എപ്പോഴും 3 നേരം നമുക്ക് ഭക്ഷണം മൃഷ്ടാനമായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭക്ഷണത്തെ കുറിച്ച് വലിയ വിലയൊന്നും കാണത്തില്ല. പക്ഷെ നമുക്ക് ഇപ്പൊ നമുക്ക് രാവിലെ മുതൽ രാത്രി വരെ ഒന്നും ഭക്ഷിക്കാനൊന്നും കിട്ടിയില്ല. രാത്രിയിലേക്ക് കുറച്ച് എന്തെങ്കിലും ഒന്ന് വിശന്ന് വലഞ്ഞു വരുമ്പോൾ എന്തെങ്കിലും ആഹാരം കിട്ടുമ്പോൾ പെട്ടെന്ന് ആർത്തിയോടെ ഭക്ഷിക്കുക എന്ന് പറയുന്നത് പോലെ വചനത്തിന് വേണ്ടിയുള്ള ഒരു ദാഹവും വിശപ്പും പരിശുദ്ധാത്മ നമുക്ക് തരണം. ആ വിശുദ്ധ രേഖകളിലൊക്കെ ഇതൊക്കെ മുൻകൂട്ടി പ്രവചിച്ചിട്ടുണ്ട്. അപ്പം കർത്താവ് ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന ആ ക്രിസ്തുവിനെയൊക്കെ എനിക്ക് അധികമായിട്ട് എനിക്ക് മനസ്സിലാവണം എന്നുള്ളൊരു ദാഹം നമുക്ക് വേണം. നമുക്ക് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ വായിച്ചങ്ങ് പോവാം. തന്നെ പ്രവാചക മുഖാന്തരം നമുക്ക് വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി തന്നെ വായിച്ചങ്ങ് പോവാം. പക്ഷെ നമ്മൾ ഓരോ വാക്കുകൾ വായിക്കുമ്പോഴും നോട്ട് ദാറ്റ് വി ഗോ ത്രൂ ദ ബൈബിൾ ബട്ട് ദ ബൈബിൾ ഷുഡ് ഗോ ത്രൂ അസ്. താങ്ക്ബറിന്റെ ഭാഷയിൽ പറഞ്ഞ പക്ഷെ നമ്മൾ ബൈബിളിലൂടെ അങ്ങ് ഓടിച്ചു പോവുക എന്നുള്ളതല്ല. ശരിയാ, നമുക്ക് പെട്ടെന്ന് വായിച്ചു തീർക്കാനായിട്ട് ഒരിക്കലായിട്ടൊന്ന് വായിച്ചു തീർക്കാനൊക്കെ ആയിട്ട് ബൈബിളിലൂടെ നമ്മൾ ഓടിച്ച് വായിച്ചു തീർക്കുന്നത് നല്ലത് തന്നെ ഒരിക്കലെങ്കിലും. അതിനുശേഷം പിന്നെ നമ്മൾ കുറച്ചായിട്ട് ഇത് ചവച്ച് മനസ്സിലാക്കി ഏതെല്ലാം മുഖാന്തരത്തിലൂടെ ഈ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ ഒക്കൂ. അങ്ങനെ മനസ്സിലാക്കി നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തെ ഒത്തിരി ധന്യമാക്കും, ഒത്തിരി അത് വിടുവിക്കും. വചനം ആകുന്ന സത്യം നമ്മളെ സ്വതന്ത്രരാക്കും, സാക്ഷാത് സ്വതന്ത്രരാക്കും എന്നൊക്കെ ഉള്ള കാര്യം നമ്മൾ യോഹന്നാൻ 8-32-34 വാക്യങ്ങളിലൊക്കെ കർത്താവ് പറയുന്ന കാര്യങ്ങൾ നമുക്കറിയാം. തന്റെ പ്രവാചകന്മാർ മുഖാന്തരം മുൻപുകൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി മുൻപുകൂട്ടി ആര് ദൈവം വാഗ്ദത്തം ചെയ്തു, ആ സുവിശേഷത്തിനായിട്ട് ആര് വേർതിരിച്ച് വിളിക്കപ്പെട്ടതാ? ഈ പൗലോസ് അപ്പോസ്തലൻ. അത് അപ്പോസ്തലൻ എന്ന് പറഞ്ഞാൽ അയക്കപ്പെട്ടവൻ. അപ്പോസ്തലൻ എന്നുള്ള വാക്ക് 12 അപ്പോസ്തലന്മാരെ കുറിച്ച് മാത്രമല്ല, യേശുവിന്റെ സഹോദരനെ കുറിച്ച്, യാക്കോബിനെ കുറിച്ചും ബർന്നബാസിനെ കുറിച്ചും ഒക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും ഒക്കെ അതിന്റെ പല റെഫറൻസും കാര്യങ്ങളും ഒക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ആ അപ്പോസ്തലനും യേശുക്രിസ്തുവിന്റെ ദാസനുമായ പൗലോസ്, യേശുക്രിസ്തുവിന്റെ ദാസൻ. യേശുക്രിസ്തുവിന്റെ ദാസൻ എന്ന് പറയുമ്പോൾ കർത്താവിന്റെ അടിമദാസൻ. അതായത് അവിടെ യേശുവിനെ കുറിച്ച് പറഞ്ഞത് കർത്താവായ യേശുക്രിസ്തു. പൗലോസിനെ കുറിച്ച് എന്താ പറയുന്നേ? ദാസനായ പൗലോസ്. അപ്പൊ ആ ദാസൻ
ഡൂളോസ്. ഡൂളോസ് എന്ന് പറഞ്ഞാൽ, ഡുയോ എന്ന് പറഞ്ഞാല് കെട്ടുക, ഡൂളോസ് എന്ന് പറഞ്ഞാൽ കെട്ടപ്പെട്ടവൻ. അപ്പൊ പൗലോസ് അതുപോലെ യേശുക്രിസ്തുവിന്റെ സ്നേഹച്ചരടുകളാല് കെട്ടപ്പെട്ടവനാ. നമ്മൾ ആ പാട്ടിന് പാടുന്ന പോലെ സ്നേഹച്ചരടുകളാൽ എന്നെ യേശു ചേർത്ത് ബന്ധിച്ചു. അപ്പം ഇന്ന് നമ്മള് യേശുക്രിസ്തുവിന്റെ ആ സ്നേഹച്ചരടുകളാല് ബന്ധിക്കപ്പെട്ട ഒരു അടിമദാസനാണോ കർത്താവേ? അവിടുത്തെ സ്നേഹചരടുകളാല്, അതായത് എനിക്ക് എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം എനിക്ക് വേണമെങ്കിൽ പല കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറയാം. പക്ഷെ കർത്താവേ, ഞാൻ എന്റെ നാവ് അവിടത്തേക്ക് തന്നിരിക്കുന്നു, എന്റെ കണ്ണുകൾ അവിടത്തേക്ക് തന്നിരിക്കുന്നു, എന്റെ ചിന്താമണ്ഡലം കർത്താവേ, എന്റെ മനസ്സ് അവിടുത്തേതാണ്. ഞാൻ എന്റെ കൈകാലുകൾ ഞാൻ എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം എന്നുള്ളതൊക്കെ കർത്താവ് അവിടുത്തെ തീരുമാനമായിരിക്കണം. അങ്ങനെ ആ അടിമദാസൻ എന്ന് പറഞ്ഞാല് ബോൺ സെർവന്റ് എന്താണെന്ന് ചോദിച്ചു അല്ലേ? അതാ ബോൺ സെർവന്റ്, ബോൺ സ്ലേവ് എന്നുള്ള വാക്ക്. അപ്പൊ ആ ബോൺ സ്ലേവ്, ഡൂളോസ് എന്നുള്ള പദത്തിന്റെ ഒരു ഫീമെയിൽ പദമാണ് യേശുവിന്റെ അമ്മയായിട്ടുള്ള മറിയം അവിടെ പറയുന്നത്. ലൂക്കോസ് 1-ാം അധ്യായത്തിലേക്ക് നമ്മളൊന്ന് പോവുകയാണെങ്കിൽ അവിടെ ഈ ഡൂളോസ് എന്നുള്ള പദത്തിന്റെ ഫീമെയിൽ ജെൻഡറിലുള്ള ആ വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ലൂക്കോസ് 1-ാം അധ്യായത്തിന് ഡുളേ എന്ന് പറഞ്ഞൊരു പദമാണ്. ഡുളേ എന്ന് പറഞ്ഞാല് ഫീമെയിൽ സ്ലേവ്, പെണ്ണായിട്ടുള്ള അടിമദാസി. ഡൂളോസ് എന്ന് പറഞ്ഞാല് മെയിലിനെ കുറിക്കുന്നത്. അപ്പൊ ഡൂളോസ് എന്നുള്ള പദമാണ് പൗലോസ് അപ്പോസ്തലൻ ഉപയോഗിക്കുന്നത്. എന്ന യേശുവിന്റെ അമ്മയായിട്ടുള്ള മറിയം എന്താ പറയുന്നേ? ഇന്ന് മറിയത്തെ കത്തോലിക്ക സഹോദരങ്ങളൊക്കെ ദുരുപദേശമൊക്കെ പറഞ്ഞ് മമനോത്ഭവം അതാണ് ഇതാണ് എന്ന് മറിയത്തെ സഹരക്ഷക എന്നൊക്കെ പറഞ്ഞ് ഒരു ദുരുപദേശങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഇന്ന് ഈ മറിയം എന്താ പറഞ്ഞേ? ലൂക്കോസ് 1-ാം അധ്യായത്തിന് 38-ാമത്തെ വാക്യത്തില് അതിന് മറിയ, ഇതാ ഞാൻ കർത്താവിന്റെ അമ്മ എന്നാണ് പറയുന്നത്. കർത്താവിന്റെ ദാസി, ഞാന് സ്വർഗത്തിന്റെ രാജ്ഞി, ഞാന് കർത്താവിന്റെ അമ്മ, ഞാന് സഹരക്ഷക, അമലോത്ഭവം എന്നൊക്കെ പറയുന്നത് എല്ലാം പിശാചിന്റെ ദുരുപദേശങ്ങളാ. എന്നാൽ യഥാർത്ഥത്തിലുള്ള അവര് ആരാധിക്കുന്ന മറിയ വേറൊരു അതൊരു വേറൊരു സംഭവമാണ്. അത് കൃപാസനം എന്നൊക്കെ പറഞ്ഞുമൊക്കെ വലിയ ദുരുപദേശങ്ങളും കാര്യങ്ങളും ഒക്കെ ശരിയാണ്. വചനത്തിലേക്കൊക്കെ ചിലർ തിരിയാനൊക്കെ അതൊക്കെ മുഖാന്തരം ആവുന്നുണ്ട്, ദൈവം അത് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ എന്നാൽ ഒത്തിരി ദുരുപദേശങ്ങളും വിഗ്രഹാരാധനയും കാര്യങ്ങളും ഒക്കെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പം എന്നാൽ ഇവിടെ യഥാർത്ഥത്തിൽ യേശുവിന്റെ അമ്മയായിരുന്ന മറിയ വളരെ സാധു സ്ത്രീയായിരുന്നു, വളരെ താഴ്മയുള്ളവളായിരുന്നു. അവള് യേശുവിന്റെ അമ്മയായിരുന്നിട്ട് പോലും പെന്തക്കോസ്ത് നാട്ടിൽ അവിടെ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ കർത്താവിന്റെ അമ്മയാ, അതുകൊണ്ട് ഞാൻ ഇനിയിപ്പോ ലീഡ് ചെയ്യാം, പത്രോസ് നീയൊക്കെ ഇങ്ങോട്ട് മാറിയിരിക്കെ, എനിക്ക് യേശുവിനെ അറിയാവുന്നതൊക്കെ വേറെ ആർക്കെങ്കിലും അറിയാമോ എന്ന് ചോദിച്ച് അങ്ങനെ ചെയ്തില്ലേ? ഞാൻ മറിയ അവിടെ ഉണ്ടായിരുന്നു, അവിടെ ഒരു മെൻഷൻ ഉണ്ട്, അത്രയേ ഉള്ളൂ. അത്രമാത്രം ഒരു താഴ്മയുള്ള, അത്രമാത്രം ഒരു മറിയ അവിടെ ഉണ്ടോന്ന് ചിലരുണ്ടോന്ന് ചിലര് ഉണ്ടോന്ന് വായിൽ വിരലിട്ട് നോക്കണം, അവര് സംസാരിക്കുന്നത് തപ്പി നോക്കണം എന്ന് പറയണം. അപ്പൊ അതുപോലൊരു സൗമ്യത, മീക്ക് ആൻഡ് ക്വയറ്റ് സ്പിരിറ്റ്, ആ ഒരു സൗമ്യതയും സാവധാനതയുള്ള ഒരു സ്ത്രീ. അതിപ്പോ ആ സഹോദരിയാ. അത് മറിയം എത്ര 16-17 വയസ്സേ കാണത്തുള്ളൂ. ഈ ഒരു വാക്യം പറയുമ്പോൾ ലൂക്കോസ് 1:38 എന്ന് പറയുമ്പോൾ മറിയം യോസേഫിന് വിവാഹ വാഗ്ദത്തം ചെയ്യപ്പെട്ടവളായെന്ന് പറയുമ്പോൾ അന്നത്തെ യഹൂദ പാരമ്പര്യത്തിലെ അന്നത്തെ കാലയളവിൽ 1-ാം നൂറ്റാണ്ടിലൊക്കെ യഹൂദ പെൺകുട്ടികൾ എത്ര 16-17 വയസ്സിലൊക്കെയാണ് ബിട്രോസ്ഡ് ആവുന്നത്, എന്ന് വെച്ചാൽ വിവാഹ നിശ്ചയം ചെയ്യപ്പെടുന്നത്. അപ്പൊ ആ ഒരു വയസ്സേ ആർക്കും ഉണ്ടായിരുന്നുള്ളൂ, മറിയത്തിനുണ്ടായിരുന്നു. അപ്പൊ ഒരു 16-17 വയസ്സുള്ള പെൺകുച്ച് എത്രമാത്രം ആഴത്തിലുള്ള, പിന്നെ ഹന്നയുടെ പഴയ നിയമത്തിലുള്ള ഹന്നയുടെ പ്രാർത്ഥനയൊക്കെയാ പിന്നെ താഴോട്ട് മറിയം പ്രാർത്ഥിക്കുന്നത്. മറിയ അല്ലാതെ സിനിമാ കഥകളോ സിനിമാ പാട്ടോ അല്ല പാടുന്നത്, മറിച്ച് എന്താ ഹന്നയുടെ പാട്ടാ പാടുന്നത്, താഴോട്ട് പാടുന്നത്. അപ്പൊ അത്രമാത്രം അവളൊരു കർത്താവിന്റെ ദാസിയായിട്ട്, ഐ എം എ ഡൂളി ഓഫ് ദ ലോർഡ്, ഐ എം എ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എന്നിൽ ഭവിക്കട്ടെ. അതുകൊണ്ടാണ് കർത്താവിന്റെ ഭൗതിക ശരീരം ഉരുവാകുവാനായിട്ട് ആ മറിയത്തെ കർത്താവിന് ഒരു പാത്രമായിട്ട് ഉപയോഗിക്കുവാന് സാധിച്ചത്. അപ്പൊ നമ്മളിന്ന് കർത്താവിന്റെ ഡൂളയും ഡൂളോസും ആണോ? നമ്മള് കർത്താവിന്റെ ബോൺ സ്ലേവ് ആണോ? പഴയ നിയമത്തിൽ നമ്മൾ അടിമദാസന്മാരെ കുറിച്ച് പറയുന്ന ഒരു രംഗം നമ്മള് പുറപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. എക്സോഡസ്, പുറപ്പാട് പുസ്തകം 21-ാം അധ്യായത്തില് അവിടെ 20-ാം അധ്യായത്തിലെ ന്യായപ്രമാണത്തെ കുറിച്ച് പറഞ്ഞിട്ട് 21-ാം അധ്യായത്തില് അവിടെ പുതിയ നിയമത്തിലെ അടിമദാസന്റെ ഒരു ചിത്രം, ഒരു മനോഹരമായ ചിത്രം പരിശുദ്ധാത്മാവ് അവിടെ വരച്ചു കാട്ടുന്നുണ്ട്. ഒരു എബ്രായ ദാസൻ, അവൻ യജമാനോടുള്ള സ്നേഹത്തെ പ്രതി ആ യജമാനെ ശുശ്രൂഷിക്കുന്ന ഒരു കാര്യമാണ് അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. എക്സോഡസ്, പുറപ്പാട് പുസ്തകം 21-ാം അധ്യായം 20-ാം അധ്യായത്തിൽ എന്താ പറയുന്നത്? ലോ, ന്യായപ്രമാണം, ദൗ ഷാൽ നോട്ട്, നീ ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യരുത്, ഡൂസ് ആൻഡ് ഡോൺസ് 20-ാം അധ്യായത്തിൽ. എന്നാൽ 21-ാം അധ്യായത്തില് ഒന്ന് ബാലൻസ് ചെയ്തുകൊണ്ട് അവിടെ ഈ ഡൂസ് ആൻഡ് ഡോൺസിന് അതീതമായിട്ട് ആ യജമാനെ സ്നേഹിച്ച് യജമാനെ അനുസരിക്കുന്ന ഒരു അടിമദാസന്റെ ചിത്രം. അവരുടെ മുമ്പാകെ നീ വെക്കേണ്ടുന്ന ന്യായങ്ങളാണിത്.
കണ്ടോ, പുറപ്പാട് ദിവസം 21-1 വാക്യം. ഒരു എബ്രായ ദാസനെ വിലയ്ക്ക് വാങ്ങിയാൽ 6 സംവത്സരം സേവിച്ചിട്ട് 7-ാം സംവത്സരത്തിന് എന്ത് ചെയ്യുക? അവൻ ഒന്നും കൊടുക്കാതെ സ്വതന്ത്രനായി പോയിക്കൊള്ളട്ടെ. 6 വർഷം എനിക്ക് വേണ്ടി വേല ചെയ്തതല്ലേ, 7-ാം വർഷം എന്ത് ചെയ്യാം? സ്വതന്ത്രനായിട്ട് പോയിക്കോട്ടെ. ഏകനായിട്ട് വന്നുവെങ്കിൽ ഏകനായിട്ട് പോകട്ടെ. അവന് ഭാര്യ ഉണ്ടായിരുന്നുവെങ്കിൽ ഭാര്യ അവനോടുകൂടെ പോകട്ടെ. അവന്റെ യജമാനൻ അവന് ഭാര്യയെ കൊടുക്കുകയും അവൾ അവന് പുത്രിമാരെയോ പ്രസവിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഭാര്യയും മക്കളും യജമാനൻ ഇരിക്കണം, അവൻ ഏകനായി പോകണം. എന്നാൽ ദാസൻ പറയുക, ഇതാ അവിടുത്തെ ആ ഒരു അടിമദാസന്റെ ഒരു മനോഹരമായിട്ടൊരു ചിത്രം. എന്നാൽ ദാസൻ പറയുക, ഞാൻ എന്റെ യജമാനെയും എന്റെ ഭാര്യയെയും മക്കളെയും സ്നേഹിക്കുന്നു, ഞാൻ സ്വതന്ത്രനായി പോവുകയില്ല എന്ന് തീർത്ത് പറഞ്ഞാൽ യജമാനൻ എന്ത് ചെയ്യണം? ഇത്രയും സ്നേഹിക്കുന്ന ഒരു യജമാനൻ എനിക്കുള്ളപ്പോൾ ഞാൻ സ്വതന്ത്രമായിട്ട് പോകുന്നതിലും നല്ലത് ഈ യജമാനെ സേവിക്കുന്നത് തന്നെ എനിക്കുള്ള സ്വാതന്ത്ര്യം. അതാ ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി. എന്നാൽ നമ്മൾ വീണ്ടും ലോകത്തിന്റെ പാപത്തിന്റെ അടിമനോകത്തിലേക്ക് പോകാതെ ആ സ്വാതന്ത്ര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്നൊക്കെ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പം എന്താ നമ്മളവിടെ വായിക്കുന്നേ? ആ ഒരു നമുക്ക് ദൈവം സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. കർത്താവ് നമ്മളെ പാപത്തിന്റെ സ്വാതന്ത്ര്യത്തിൽ നിന്ന്, പാപത്തിന്റെ ശിക്ഷയുടെ സ്വാതന്ത്ര്യത്തിൽ വരുത്തി നമ്മളെ രക്ഷിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് സ്വാതന്ത്ര്യം തരുക. നിനക്ക് വേണമെങ്കിൽ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ച ക്രൂശെടുത്ത് വന്നോ, നീ എന്നാ എന്നെ അനുഗമിച്ചാലേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് കൊള്ളറിനെ പിടിച്ച് കർത്താവ് കഴുത്തിന് കുത്തിപ്പിടിച്ചൊന്നും പറയുന്നില്ല. അവിടെ ഒരു നിർബന്ധമൊന്നുമില്ല. പക്ഷെ നമ്മൾ കർത്താവിന്റെ ആ സ്നേഹത്തെ കണ്ടിട്ട്, എന്നെ വിലയ്ക്ക് വാങ്ങിയ ഈ കർത്താവ് എന്നെ സ്വതന്ത്രനായിട്ട് വിട്ടാലും എനിക്ക് കർത്താവിനെ തന്നെ പിൻപറ്റിയാൽ മതി. അത് ചരിത്രത്തിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുള്ളതായിട്ട് എബ്രഹാം ലിങ്കന്റെ ജീവിതത്തിൽ നമ്മൾ ജീവിതത്തെ കുറിച്ച് ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. പറഞ്ഞാൽ അന്ന് എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നു. അടിമത്തം അമേരിക്കയിൽ അടിമത്തം നിരോധിച്ച, ഇന്നിപ്പം അടിമത്തം നിരോധിച്ച പ്രസിഡന്റ്. ഇന്ന് അമേരിക്കൻ പ്രസിഡന്റ് ആരാ? ഡൊണാൾഡ് ട്രംപ്. അപ്പൊ അതുപോലെ പണ്ട് ഒത്തിരി വർഷങ്ങൾ മുമ്പ് ഒരു പ്രസിഡന്റ് ആയിരുന്നു ആര്? എബ്രഹാം ലിങ്കൺ. എബ്രഹാം ലിങ്കൺ ഒരു തികഞ്ഞ ക്രിസ്തീയ വിശ്വാസിയായിരുന്നു. അപ്പൊ അന്നത്തെ സമയത്ത് അടിമ സമ്പ്രദായം ഉണ്ടായിരുന്നു. അപ്പം ഈ അടിമച്ചന്തയിൽ ഇങ്ങനെ ഈ നാൽക്കാലികളെ വിൽക്കുന്നത് പോലെ മനുഷ്യരെ ഇതുപോലെ വിൽക്കുകയും വാങ്ങുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമ്പ്രദായം നിലനിൽക്കും. അപ്പം എബ്രഹാം ലിങ്കൺ നോക്കിയപ്പോൾ ഒരു അടിമയെ ആരും വാങ്ങിക്കാനില്ലാതെ അവന് യജമാനന്റെ ക്രൂരതയിൽ അവന് വല്ലാതെ കഷ്ടപ്പെടുന്നു. അപ്പൊ എബ്രഹാം ലിങ്കണ് ചോദിച്ചു, എത്ര ഈ അടിമയ്ക്ക് വില? അപ്പൊ ഇത്രയാണ് വില എന്ന് പറഞ്ഞു. അപ്പൊ അതിൽ കൂടുതലും കൊടുത്ത് ആ അടിമയെ അങ്ങ് വിലക്ക് വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ, എനിക്ക് അടിമപ്പണി ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചാണോ? അല്ല, നീ ഇനി സ്വതന്ത്രനായിട്ട് പോയിക്കോ, ഞാൻ നിന്നെ സ്വതന്ത്രനാക്കിയിരിക്കുന്നു, നീ എന്റെ അടിമയല്ല ഇനി എന്ന് പറയുമ്പോൾ ആ അടിമ കണ്ണു തള്ളിപ്പോയി. അയ്യോ, ഇത്രയും നല്ലൊരു യജമാനെ ഞാൻ കണ്ടിട്ടില്ല. എന്നെ വിലക്ക് വാങ്ങി ഈ യജമാനെ സേവിക്കുന്നതാ എനിക്ക് അങ്ങനെയുള്ള ഒരു കാര്യം നമ്മൾ അങ്ങനെ വായിച്ചു. തമിഴ്നാട്, അതെ, കഴിഞ്ഞ തമിഴ്നാട് നമ്മുടെ CFC തമിഴ്നാട് യൂത്ത് കോൺഫറൻസിൽ ആ ഒരു സംഭവം, ഞാനത് മൊത്തം ഒന്ന് കാണാൻ പറ്റിയില്ല. പക്ഷെ എനിക്ക് നമ്മുടെ വെല്ലൂർ ചർച്ചയ്ക്ക് എന്ന് തോന്നുന്നു, അല്ലേ, വെല്ലൂർ ചെന്നൈ സഹോദരങ്ങളിലെ നമ്മുടെ യൂത്തിന്റെ ഒരു സ്കിറ്റ്, അതിനിപ്പോ യൂട്യൂബിലാണ് കാണുവാണെങ്കിൽ നമ്മൾ ഗ്രൂപ്പിലോട് ഷെയർ ചെയ്യുക. അത് നമ്മുടെ സഹോദരങ്ങള് അത് ഒരു സ്കിറ്റായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. നമുക്ക് അറിയാവുന്ന കുറച്ച് സഹോദരങ്ങളൊക്കെ അതിനകത്ത് ചില വേഷങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതൊരു നമ്മളെ കർത്താവ് വിലക്ക് വാങ്ങിച്ചു. അപ്പൊ അങ്ങനെ ചെയ്യും. അങ്ങനെ ഒരു ദാസൻ പറയുവാണ്, എനിക്ക് യജമാനെ ഞാൻ സ്നേഹത്തോടെ അങ്ങ് സേവിച്ചോളാം, എനിക്ക് വേറെയുള്ള സ്വാതന്ത്ര്യമല്ല, എനിക്ക് ഇവിടെ തന്നെ നിൽക്കുന്നതാ എനിക്ക് സുരക്ഷിതത്വം, എനിക്ക് ഇതാ നല്ലത് എന്ന് പറയുവാണെങ്കിൽ എന്ത് ചെയ്യണം യജമാനൻ? നമ്മൾ എവിടെ ഉള്ളത്? പുറപ്പാട് 21-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം വായിച്ചു. എന്നിട്ട് 6-ാമത്തെ വാക്യത്തിൽ യജമാനൻ അവനെ ദൈവസന്നിധിയിൽ കൂട്ടിക്കൊണ്ട് ചെന്ന് കതകിന്റെയോ കട്ടളക്കാലിന്റെയോ അടുക്കൽ നിർത്തിയിട്ട്, കതക് അല്ലെങ്കിൽ കട്ടളക്കാൽ എന്ന് പറഞ്ഞാൽ അറിയാം, ഡോർ പോസ്റ്റ്, അവിടെ അടുക്കൽ നിർത്തിയിട്ട് സൂചി കൊണ്ട് അവന്റെ കാത് കുത്തി തുളയ്ക്കണം. കാത് കമ്മലിടാൻ വേണ്ടിയല്ല, കാത് കുത്തി തുളയ്ക്കണം. എന്തിനു വേണ്ടിയാ കാത് കുത്തി തുളയ്ക്കണ്ട? ഈ കാതില് നീ ഇപ്പൊ എന്ത് കേട്ടാലും ഈ കാതിൽ തുളയ്ക്കപ്പെട്ട ഈ കാതില് ഈ യജമാനന്റെ ശബ്ദമായിരിക്കണം അവൻ എപ്പോഴും കേൾക്കേണ്ടത്. അതിന്റെ ഒരു പ്രതീകമായിട്ട് എപ്പോഴും ഈ യജമാനന്റെ ശബ്ദം, യജമാനൻ എന്താ പറയുന്നത്, എന്താ വേണ്ടേ എന്നുള്ള കാര്യം കേൾക്കാനായിട്ടുള്ള ഒരു തുറന്ന ചെവി, അതാ കാത് തുളയ്ക്കണം. കാത് കുത്തി തുളയ്ക്കണം എന്ന് പറഞ്ഞാൽ ഈ ടിമ്പാനിക് മെമ്മറി കുത്തി തുളയ്ക്കുന്ന കാര്യമല്ല, വേണമെങ്കിൽ ഉള്ള കേൾവി കൂടെ പോകും. പക്ഷെ ഈ കാത് ഔട്ടർ ഇയർ കർണപടം കുത്തി തുളയ്ക്കുന്ന കാര്യം, കാത് കുത്തി തുളയ്ക്കണം. പിന്നെ അവൻ എന്നേക്കും അവന് ദാസനായിരിക്കണം. അപ്പൊ ആജീവനാന്ത ദാസനായിട്ട്. അപ്പൊ അതൊരു പ്രതീകമാണ്. ഇന്ന് നമ്മുടെ പുതിയ നിയമത്തില് കർത്താവിന്റെ ഒരു ആജീവനാന്ത ദാസൻ. യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പം യേശു കർത്താവ് എങ്ങനെയായിരുന്നു? പിതാവിന് മുമ്പാകെ അതുപോലെ ഒരു ദാസനെ പോലെ ആയിരുന്നു.
അതാ നമ്മൾ യെശയ്യാവിന്റെ പുസ്തകം 50-ാം അധ്യായത്തില് അവിടെ രാവിലെ തോറും എന്നെ എഴുന്നേൽപ്പിക്കുന്നു എന്നുള്ള വാക്യമൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. ഇത് 50-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം. ഇപ്പൊ രാവിലെ തോറും കർത്താവ് നമ്മളെ എഴുന്നേൽപ്പിക്കുന്നു, കർത്താവിന്റെ ശബ്ദം കേൾക്കാനായിട്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ശിഷ്യന്മാരുടെ നാവ് കിട്ടത്തുള്ളൂ. അവിടെ യെശയ്യാവ് 50-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഐസയ ചാപ്റ്റർ 50, യെശയ്യാവ് 50-ാം അധ്യായത്തിന്റെ അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ ആ കാര്യങ്ങളൊക്കെ വായിച്ചിട്ട് അതിന് 5-ാമത്തെ വാക്യത്തിൽ എന്താ, രാവിലെ തോറും ഉണർത്തുന്നു, ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടത് അവന്റെ ചെവി ഉണർത്തുന്നു എന്ന് നമ്മൾ യെശയ്യാവ് 50-ാം അധ്യായത്തിന് ഐസയ ചാപ്റ്റർ 50 വേഴ്സ് 4 വായിച്ചിട്ട് അതിന് 5-ാമത്തെ വാക്യം, യഹോവയായ കർത്താവ് എന്റെ ചെവി തുറന്നു, ഹി ഹാസ് ഓപ്പൺ മൈ ഇയർ എന്ന് പറയുമ്പോൾ ഈ അടിമദാസനെ പോലെ, ചെവി തുളയ്ക്കപ്പെട്ട ഒരു ദാസനെ പോലെയുള്ള ഒരു പ്രതീകമാണ് കർത്താവ് അവിടെ പറയുന്നത്. അതാ യഹോവയായ ദൈവം, യഹോവയായ കർത്താവ് എന്റെ ചെവി തുറന്നു, ഞാനോ മറുത്തു നിന്നില്ല, പിന്തിരിഞ്ഞതുമില്ല. ഐ വാസ് നോട്ട് ഒബീഡിയന്റ്, ഐ വാസ് നോട്ട് ഡിസൊബീഡിയന്റ്, നോർ ഡിഡ് ഐ ടേൺ ബാക്ക്. എനിക്ക് കഴിഞ്ഞ കോട്ടയം കോൺഫറൻസിലെ വിക്ടർ ബേർ ഈ വാക്യം എടുത്ത് പല ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഒരു കർത്താവ് മറുത്തു നിന്നില്ല. അതുപോലെ ആ ഒരു നമ്മുടെ ജീവിതത്തിലും ദൈവം പല സാഹചര്യത്തിലൂടെയൊക്കെ നമ്മളെ കടത്തി വിടുന്നു, പല പല വിധത്തിലുള്ള കാര്യങ്ങൾ. അവിടെയൊക്കെ ഒരു പരാതിയും പിറുപിറുപ്പും ഇല്ലാതെ കർത്താവെ അവിടുത്തെ ഹിതം എന്താണോ ഈ ഒരു സാഹചര്യത്തിൽ അവിടെ എന്താണോ ആഗ്രഹിക്കുന്നത് അതുപോലെ. അതാ അടിമദാസൻ, ചെവി തുളയ്ക്കപ്പെട്ട ദാസൻ. ആ ദാസന്റെ കണ്ണ് എപ്പോഴും എങ്ങോട്ടായിരിക്കും? കുറുക്കന്റെ കണ്ണ് കോഴിക്കൂട്ടിൽ എന്ന് പറയുന്നതില് ദാസന്റെ കണ്ണ് എങ്ങോട്ടാന്ന് ചോദിച്ചാൽ 138-ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മള് പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ, ദാസന്റെ കണ്ണ് യജമാന്റെ കൈകളിലേക്കും. 138 അല്ലല്ലോ, 124 ആണോ? 123-ാമത്തെ സങ്കീർത്തനം. 23-ാമത്തെ സങ്കീർത്തനം നമുക്ക് എല്ലാവർക്കും അറിയാം, ദാവീദിന്റെ ഷെപ്പേർഡ്സ് ആണ്. അപ്പൊ ഓർക്കാൻ എളുപ്പത്തിന് 123-ാം സങ്കീർത്തനത്തില് എന്താ പറയുന്നേ? സ്വർഗത്തിൽ വസിക്കുന്നവനായുള്ളവേ, നിന്നിലേക്ക് ഞാൻ എന്റെ കണ്ണ് ഉയർത്തുന്നു. അതാ ഒരു അടിമദാസന്റെ കണ്ണ് എപ്പോഴും കർത്താവിലേക്ക്. അത് ഉപമയായിട്ട് പറഞ്ഞിരിക്കുക. അതിന്റെ 2-ാമത്തെ വാക്യത്തില് ദാസന്മാരുടെ കണ്ണ് യജമാന്റെ കയ്യിലേക്കും. ദാസൻ എപ്പോഴും നോക്കുന്ന യജമാൻ എന്താ ചെയ്യുന്നേ, യജമാനിനെ അടുത്ത് എന്താ വേണ്ടേ. അതായത് ഈ വലിയ സീനിയർ സർജൻ ഒക്കെ ഓപ്പറേറ്റിംഗ് ടേബിളിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അസിസ്റ്റ് ചെയ്യുന്ന അസിസ്റ്റന്റ് ഡോക്ടേഴ്സും നഴ്സിംഗ് ടീമും ഒക്കെ ഡോക്ടറിന്റെ കയ്യിലോട്ട് കണ്ണിലോട്ട് നോക്ക്, എന്താ ഇങ്ങനെ ഇങ്ങനെ കാണിക്കും. അപ്പൊ ഇന്ന ഫോസപ്സ് വേണം, ഇന്ന സിസേഴ്സ് വേണം, ഇന്നത് ചെയ്യണം, ഇന്ന സെക്ഷൻ എന്നുവെച്ചാൽ ആ കണ്ണിലേക്ക് നോക്കി അത് നോക്കി അവർ പറയുന്നതിന് മുമ്പേ ഇവർ അത്രമാത്രമല്ല അസിസ്റ്റ് ചെയ്തല്ല ഇതായതുകൊണ്ട് കണ്ണിലോട്ടും കയ്യിലോട്ടും ഒക്കെ നോക്കുമ്പോഴത്തേ ഇവർക്ക് കാര്യം പിടികിട്ടും. അപ്പൊ അതാ ദാസന്മാരുടെ കണ്ണ് യജമാന്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്ക് വന്നവണ്ണ്. അതായത് എന്താണ് എന്റെ മിസ്ട്രസ് പറയുന്നത്, എന്ത് ചെയ്യണമെന്നാ പറയുന്നത്? അവിടെ തുടയ്ക്കണോ, ഇവിടെ കഴുകണോ, ഇന്ന പാത്രം മെഴുക്കി വെക്കണോ, പിന്നെ കറി ഉണ്ടാക്കണോ? യജമാനത്തിയുടെ കയ്യിലേക്ക് എന്ന പോലെ ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമായ യഹോവയിലേക്ക് അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കുന്നു. അണ്ടിൽ ഹീസ് ഗ്രേഷ്യസ്. പുതിയ നിയമത്തിന്റെ അർത്ഥത്തിലുള്ള ആ ഒരു കൃപ എന്നുള്ള ഒരു വാക്ക് പഴയ നിയമത്തിൽ ഇല്ലായിരുന്നു. എന്ന ദൈവത്തിന്റെ ഒരു ഫേവർ, ദൈവത്തിന്റെ ഒരു കൃപ. പുതിയ നിയമത്തിൽ നമ്മൾ ആ ഒരു ദൈവം നമ്മളോട് കൃപ ചെയ്യുവോളം കർത്താവ് ഈ ഒരു സാഹചര്യത്തിൽ അവിടുത്തെ എനിക്ക് കൃപ വേണം. പുതിയ നിയമത്തിന്റെ ആത്മാവിൽ നമ്മൾ ഇന്നത് വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാം. ഓരോ സാഹചര്യത്തിൽ കർത്താവിന്റെ ഈ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകാൻ ചിലപ്പോൾ നമുക്ക് ചെറിയ പ്രയാസമുള്ളൊരു രോഗത്തിന്റെ ഒരു സാഹചര്യമായിരിക്കും, ചിലപ്പം വല്ലാത്തൊരു ഞെരുക്കത്തിന്റെ സാഹചര്യമായിരിക്കും, ചിലപ്പം ചില ബുദ്ധിമുട്ടോ പ്രയാസമോ അങ്ങനെയൊക്കെയുള്ള പല സാഹചര്യമായിരിക്കും. അപ്പൊ ആ സമയത്തൊക്കെ അടിമദാസനാണെങ്കിൽ എങ്ങനെ ആയിരിക്കും? അടിമദാസനല്ല, നമ്മൾ തന്നെയാണ് യജമാനൻ എന്നുണ്ടെങ്കിൽ എനിക്കറിയാം എന്താ ചെയ്യണം, ഞാനാരാ മോൻ, എനിക്ക് എത്ര എക്സ്പീരിയൻസ് ഉണ്ട്, എനിക്ക് ഇന്നത് ചെയ്യണം എന്നറിയാം എന്ന് പറഞ്ഞ് നമ്മൾ വലിയ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്ന് കുളവാക്കും. പക്ഷേ അടിമദാസനാണെങ്കിൽ കർത്താവേ അങ്ങയിലേക്ക് എന്റെ കണ്ണ്, അങ്ങ് എന്താണ് ഈ ഒരു സാഹചര്യത്തിൽ ഒരാൾ എന്നോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നു, അല്ലെങ്കിൽ ഇന്നൊരു സാഹചര്യത്തിൽ ഇന്നൊരു ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്താ അവരോട് ഉത്തരം പറയണ്ടേ, എന്താ ഒരു ഡിസിഷൻ എടുക്കണ്ടേ? അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ കർത്താവിലേക്ക് നമ്മൾ നോക്കുമ്പോൾ കർത്താവ് അവിടുന്ന് കൃപ ചെയ്യുവോളം, അതായത് ആ പാപിനിയായ സ്ത്രീയെ കൊണ്ടുവന്ന് ഇവിടെ കല്ലെറിയാൻ പറയുമ്പോൾ പിതാവിൽ നിന്ന് ഉത്തരം കിട്ടുവോളം യേശു അവിടെ നിലത്ത് എഴുതിക്കൊണ്ടിരുന്ന കാര്യം യോഹന്നാൻ 8-ാം അധ്യായത്തിൽ വായിക്കുന്നു. അതുപോലെ കർത്താവിൽ നിന്ന് ഒരു ഉത്തരം കിട്ടുവോളം, പൗലോസിന് ഒരു ജഡത്തിലൊരു മുള്ളുണ്ടായിരുന്നു, ഉത്തരം കിട്ടുവോളം 3 തവണ പ്രാർത്ഥിച്ചു. ഇനിയിപ്പം 30 3000 തവണ വേണമെങ്കിലും പൗലോസ് പ്രാർത്ഥിച്ചതിന് ഉത്തരം കിട്ടുവോളം ദൈവത്തിൽ നിന്നൊരു വ്യക്തമായിട്ടുള്ളൊരു ആൻസർ, എനിക്ക് ക്ലിയർ ആയിട്ട് ദൈവത്തിന്റെ ഒരു ശബ്ദം എനിക്ക് ഉള്ളത്തിൽ കേൾക്കണം. അതുവരെയും നമ്മൾ ആ പ്രാർത്ഥനയിൽ ജാഗരിക്കണം, മുട്ടിക്കൊണ്ടേയിരിക്കണം, അന്വേഷിച്ചുകൊണ്ടേയിരിക്കണം.
ആ, എന്താ പിന്നെ ചോദിച്ചുകൊണ്ടേയിരിക്കണം. അതാ നമ്മളവിടെ മത്തായി 7-ാം അധ്യായത്തിലും ലൂക്കോസ് 11-ാം അധ്യായത്തിലൊക്കെ വായിക്കുന്നത്. അപ്പം ആ ഒരു അതാ അടിമദാസന്റെ കാര്യം. അടിമദാസൻ കർത്താവ് നമ്മളെ വിലയ്ക്ക് വാങ്ങിച്ചിരിക്കുന്നു. എവിടെ? 1 കൊരിന്ത്യർ, ഇതേ 1 കൊരിന്ത്യർ സോറി, ഇപ്പൊ നമ്മൾ റോമറിലാണല്ലോ, അത് കഴിഞ്ഞിട്ട് 1 കൊരിന്ത്യർ 6:19-20 നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവ് നമ്മളെ വിലയ്ക്ക് വാങ്ങിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ശരീരം കൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തണം. ആ വില എന്താണെന്ന് നമ്മൾ 1 പത്രോസിൽ വായിക്കുന്നുണ്ട്. എന്ത് വില കൊടുത്ത എബ്രാഹിം ഒരു വില കൊടുത്തിട്ടാണ് ആ ദാസനെ വാങ്ങിച്ചത്, അടിമയെ വാങ്ങിച്ചതെന്ന് പറഞ്ഞതുപോലെ കർത്താവ് കൊടുത്ത വില നമ്മൾ 1 പത്രോസ് 1-ാം അധ്യായത്തിൽ നമ്മൾ എപ്പോഴും പറയുന്ന വാക്കാ, എങ്കിലും നമുക്ക് അതിന്റെ റെഫറൻസ് അറിയണമല്ലോ എപ്പോഴും. അതിന്റെ 19-ാമത്തെ വാക്യം, 1 പത്രോസ് 1:19 ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ട് അത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അതിന് തൊട്ട് മുമ്പ് നമ്മൾ വിലക്ക് വാങ്ങിയ കാര്യമാണ് പറയുന്നത്. 18-ാമത്തെ വാക്യം, വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന്. വ്യർത്ഥവും പിതൃപാരമ്പര്യം, പിതാക്കന്മാര് മുതലേ ഇങ്ങനെ വ്യർത്ഥമായിട്ട് ടൈം വേസ്റ്റ് ചെയ്തുകൊണ്ട് സന്തോഷപ്രകാരം നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായിട്ടുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്നും വെള്ളിയും മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല. പൊന്നും വെള്ളിയൊക്കെ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടൊക്കെ ആയിരുന്നു അന്ന് പഴയ നിയമത്തില് ഇത്ര ഷെക്കയിൽ പൊന്ന് കൊണ്ടൊക്കെ ആയിരുന്നു വീണ്ടെടുപ്പൊക്കെ ഉണ്ടായിരുന്നത്. എന്നാൽ അങ്ങനെ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, അഴിയാത്ത ആയിട്ടുള്ള നിത്യമായിട്ടുള്ള കർത്താവിന്റെ നിർദോഷവും നിഷ്കളങ്കമായ കുഞ്ഞാടിന് വിലയേറിയ രക്തം കൊടുത്ത ആ രക്തത്തിന്റെ വിലയാണ് എന്റെ വില. ഇപ്പൊ ഈ എന്തോ ഇവിടെ ഈ പേനയ്ക്ക് എത്ര 3 രൂപ വിലയാ. ഇപ്പൊ ഈ 5 രൂപയായോ ഇപ്പൊ? ഓക്കെ, ഇപ്പൊ വില കൂടി. അപ്പൊ 5 രൂപ വിലയുള്ള പേനയാ. അപ്പൊ അത് കളഞ്ഞു പോയാലും 5 രൂപയല്ലേ, ഇനിയിപ്പോ നമുക്ക് വേറെ ഒരെണ്ണം വാങ്ങിക്കാം എന്ന് പറയും. പിന്നെ കുറച്ച് വില കൂടിയ പേനയാണെങ്കിൽ നമ്മളത് കിട്ടുമ്പോൾ അത് അന്വേഷിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അതിന്റെ ആ വില നമ്മൾ എത്ര രൂപ കൊടുത്ത് വാങ്ങിച്ചോ അതിന്റെ അത്രയും വിലയാണ് നമ്മൾ അതിന് കൊടുക്കുന്നത്. നമ്മള് 10,000 രൂപ കൊടുത്ത് ഒരു മൊബൈൽ അല്ലെങ്കിൽ 20,000 രൂപ കൊടുത്തൊരു മൊബൈൽ ഫോൺ വാങ്ങിച്ച് നമ്മൾ അത്രയും അതുപോലെ വളരെ സൂക്ഷിച്ച് കണ്ടുമൊക്കെ അത് ഉപയോഗിക്കും എന്ന് പറയുന്നതല്ല. ഇപ്പൊ കർത്താവിന് നമുക്ക് എന്ത് വിലയാ തന്നേ? 2 രൂപയോ അതോ 10 ലക്ഷമോ അതോ 10 കോടിയോ? 10 കോടിയല്ല, കോടിക്കോടിയല്ല. കർത്താവ് നമുക്ക് എന്ത് വിലയാ? കർത്താവിന്റെ രക്തത്തിന്റെ വില എന്ന് പറഞ്ഞാൽ വിലമതിക്കാനാവാത്ത. സാൽവേഷൻ ഇസ് ടു എക്സ്പെൻസീവ് ദാറ്റ് വി കനോട്ട് ബൈ ഇറ്റ് എന്ന് പറഞ്ഞാല് സാൽവേഷൻ ഫ്രീയാ, രക്ഷ ഫ്രീയാ. അപ്പൊ സാധാരണ ഫ്രീ ആയിട്ട് കിട്ടുന്നത് എന്താ? ബക്കറ്റ് വാങ്ങിച്ചാൽ മഗ് ഫ്രീ എന്ന് വെച്ചാൽ മഗ്ഗിന് അത്രയും വിലയുള്ളൂ, അല്ലെങ്കിൽ ഒടിഞ്ഞു പോകുന്ന മഗ്ഗായിരിക്കും കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് സാധാരണ നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്നതൊക്കെ തല്ലിപ്പൊളി സാധനങ്ങളോ ഡ്യൂപ്ലിക്കേറ്റോ ഒക്കെ സാധാരണ കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് രക്ഷയും സൗജന്യം എന്ന് പറയുമ്പോൾ നമ്മുടെ വിചാരം എന്തോ രക്ഷയ്ക്ക് വലിയ വിലയൊന്നും ഇല്ലെന്ന്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വില കൊടുത്ത് വാങ്ങിക്കാൻ പറയുവാണെങ്കിൽ നമുക്ക് വില കൊടുത്ത് വാങ്ങിക്കാനുള്ള വില കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. നിത്യമായിട്ട് നരകാഗ്നി കിടന്നാലും ആ വില കൊടുത്ത് തീരത്തില്ല. അതുപോലെ പാപത്തിന്റെ ശിക്ഷ അത്രമാത്രം ഘോരമായിട്ടുള്ള ഒരു ശിക്ഷയാണ്. അപ്പൊ നമുക്ക് വില കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് കർത്താവ് നമുക്ക് അതങ്ങ് സൗജന്യമായിട്ട് തരുക. ഇറ്റ് ഇസ് ടു എക്സ്പെൻസീവ് that we cannot buy. That is why God is giving it to us free. അപ്പൊ ആ വിലയേറിയ രക്തത്തിന്റെ വിലയാണ് എന്റെ വില. അപ്പൊ അതായത് ഇപ്പൊ ഒരു പണ്ട് ജീവമൊഴികളിൽ അങ്ങനെ ഒരു ഉദാഹരണം ഉണ്ടായിരുന്നല്ലേ. അതൊരു 100 രൂപ, ഇന്നാണെങ്കിൽ നമ്മൾ പിന്നെ ഒരു 500 രൂപ പറയാം, 2000 രൂപയൊക്കെ പോയല്ലോ. അപ്പൊ 500 രൂപ നോട്ട് നമ്മളൊന്ന് മടക്കി ചവിട്ടി കൂട്ടിയൊക്കെ ഒന്ന് വെച്ചാലും പിന്നെ അത് വേണോന്ന് ചോദിച്ചാൽ ആർക്കും വേണം തന്ന ഞങ്ങളത് നൂത്ത് തേച്ചുകൊണ്ട് ബാങ്കിൽ കൊടുത്ത് മാറ്റിയെങ്കിലും വാങ്ങിച്ച് അത് ഇത് പറയുന്നു പറഞ്ഞാല് നമ്മൾ ചിലപ്പോൾ പല പല സാഹചര്യങ്ങളും പല പല പരാജയത്തിലും ഒക്കെ നമ്മൾ ഇടിഞ്ഞും പൊളിഞ്ഞും ഒക്കെ ചതഞ്ഞ ഓടേണ്ട അവസ്ഥയിലായിരിക്കും. എങ്കിൽ പോലും കർത്താവിന് നമ്മളെന്താ വിലയുള്ളവനാ. നമ്മളുടെ അവസ്ഥ പരിതാപകരമായിട്ടുള്ള പല അവസ്ഥകളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും എന്താ നമ്മള് വിലയുള്ളവരാണ്. കർത്താവ് കർത്താവിന് രക്തം കൊടുത്ത് വിലക്ക് വാങ്ങിച്ചതാണ്. അപ്പൊ ആ രക്തം കൊടുത്ത് വിലക്ക് വാങ്ങിച്ച ആരാ? ഞാന് അടിമദാസിയാണ് ഞാൻ. അപ്പൊ അതാ പൗലോസ് പറയുന്നത്. അവിടുന്നാണ് യജമാൻ യേശുക്രിസ്തു ആകുന്ന കർത്താവ് യേശുക്രിസ്തുവിന്റെ ദാസനായിട്ടുള്ള ഈ പൗലോസ്. ആ പൗലോസ് എന്നുള്ള വാക്കിന്റെ അർത്ഥമൊക്കെ നമ്മൾ കണ്ടു. ലത്തീൻ ഭാഷ എന്നുള്ള ഒരു വാക്ക്, സ്മോൾ ഓർ ലിറ്റിൽ, ആ പൗലോസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ. ഒരുപക്ഷെ ശൗല് പൗലോസ് ആയിട്ട് നാമകരണം ചെയ്യുമ്പോൾ ശൗല് നമുക്ക് അതിന്റെ കാര്യങ്ങൾ അറിയത്തില്ല. പൗലോസ് എന്നുള്ള വാക്ക് ഒരുപക്ഷെ ശൗല് തന്നെ തെരഞ്ഞെടുത്തതായിരിക്കും. ഞാൻ ഏറ്റവും ചെറിയവനാ, ഞാനൊന്നും ഇല്ലാത്തവനാ, ഞാൻ ദൈവത്തിന്റെ സഭയെ പീഡിപ്പിച്ചവനാ, അതുകൊണ്ട് എനിക്ക് ഏറ്റവും ചെറിയവൻ എന്നുള്ള അർത്ഥമുള്ള ആ ഒരു പൗലോസ് എന്നുള്ള വാക്ക്. പൗലോസ് എന്നുള്ള വാക്ക് നമ്മൾ മലയാളത്തിൽ പൗലോസ് എന്ന് പറയുന്നത്, ലാത്തീനിൽ പൗലോസ് എന്നുള്ള വാക്ക് തന്നെ. ഇംഗ്ലീഷുകാർ അത്രയും നീട്ടി പറയാൻ വയ്യാത്തതുകൊണ്ട് അവര് പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് ചുരുക്കിയതാ. അപ്പൊ ആ ഒരു അർത്ഥം, പൗലോസ് താൻ ഏതുമില്ല, ഐ എം നത്തിങ്, ആ വാക്യങ്ങളൊക്കെ നമ്മൾ 1 കൊരിന്ത്യർ
3:7 1 കൊരിന്ത്യർ 12 അല്ല 2 കൊരിന്ത്യർ 12 ആ വാക്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടായിരുന്നു. ഞാൻ അതെല്ലാം പിന്നീട് വായിക്കുന്നു. 2 കൊരിന്ത്യർ 12:11 ഒക്കെ ഐ എം എ നോബഡി, ഞാൻ ഏതുമില്ല എന്ന് പറയുന്ന പൗലോസിനെയൊക്കെ നമുക്കറിയാം. നമ്മൾ ആ വാക്യങ്ങളൊക്കെ താൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനാണെന്ന് 1 കൊരിന്ത്യർ 15:9 പറഞ്ഞിട്ട്, താൻ വിശുദ്ധന്മാരിൽ ഏറ്റവും ചെറിയവനാണെന്ന് എഫേസ്യർ 3:8 പറഞ്ഞിട്ട്, പിന്നെ 1 തിമോഥെയോസ് 1:15 എന്താ പറയുന്നത്, ഞാൻ പാപികളിൽ ഏറ്റവും പ്രധാനിയാണെന്ന് പറഞ്ഞപ്പോൾ ആ ഒരു പൗലോസ് എന്നുള്ള പറയുമ്പോൾ ഞാനൊരു കുഞ്ഞനാണ്, ഞാൻ ഏറ്റവും ചെറിയനാണ്, ഞാനൊരു ചെറുവിരലിനെ പോലെ ഉള്ളൂ, തന്നെ കുറിച്ച് ഒരു ഞാനിതോ വലിയ ദൈവത്തിന്റെ വലിയ അതിമഹത്വമായിട്ടുള്ള വിലയേറിയ ദാസനാണ് എന്നുള്ളൊരു ഭാവമൊന്നും ആർക്കില്ലായിരുന്നു, പൗലോസിനില്ലായിരുന്നു. പൗലോസ് എന്നാൽ താൻ എഴുതിയത് അത് തിരുവചനമാണെന്നുള്ള ഒരു കാര്യം ഉറപ്പിക്കാൻ, മറ്റുള്ളവർക്ക് അത് പ്രയോജനപ്പെടാൻ വേണ്ടി താൻ അപ്പോസ്തലനാണെന്നുള്ള കാര്യം ഇൻട്രൊഡക്ഷനിൽ പറയുക. അപ്പൊ ആ ഒരു മനപ്പാന്മയെന്ന് നമ്മൾ മലയാളത്തിലല്ല തമിഴിൽ പറയും, മലയാളത്തിൽ മനോഭാവം ഉള്ളത് കൊണ്ടാണ് പൗലോസായി തീർന്നത്. ഞാനാകുന്ന ദൈവത്തിന്റെ കൃപയാലാകുന്നു എന്നുള്ളൊരു കാര്യം. അപ്പൊ ആ പൗലോസ് ആർക്കാ എഴുതുന്നത്? ഇത് 3-ാമത്തെ വാക്യത്തിൽ എന്താ എഴുതി? നമ്മളിപ്പോ 2 വാക്യങ്ങൾ താണ്ടി, ഇത്രയൊക്കെ താണ്ടിയിട്ടും ബസ് എത്രയും നീങ്ങിയുള്ളൂ, 2 സെന്റിമീറ്റർ നീങ്ങിയുള്ളൂ. റോമർ 1-ാം അധ്യായത്തിന് 3-ാമത്തെ വാക്യത്തിൽ എന്താ പറയുന്നത്? ആർക്കാ എഴുതുന്നത്? ടു ഫ്രം പൗലോസ്. ടു ആർക്കാ? നമ്മൾ അഡ്രസ് എഴുതുമ്പോൾ ഫ്രം ടു എഴുതുന്ന പോലെ റോമയിൽ ദൈവത്തിന് പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായ എല്ലാവർക്കും എഴുതുന്നത്. ദൈവത്തിന് പ്രിയരായിട്ടുള്ള അഗാപിറ്റോസ്, ബിലവഡ് ഓഫ് ഗോഡ്. അത് ഇംഗ്ലീഷിലാണെങ്കിൽ അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ 1:7 ടു ഓൾ ഹു ആർ ബിലവഡ് ഓഫ് ഗോഡ് ഇൻ റോം. നമ്മൾ ദൈവത്തിന് പ്രിയരാണോ വെച്ചാൽ ആ വിശേഷണങ്ങളൊക്കെ നമ്മളൊന്ന് ധ്യാനിച്ച്, കർത്താവ് എന്നെ എങ്ങനെ കാണുന്നേ, കർത്താവിന്റെ പ്രിയനായിട്ട് ബിലവഡ് ഓഫ് ഗോഡ്. നമ്മള് ആ ബിലവഡ് എന്നുള്ള വാക്ക് നമ്മൾ എവിടെ കൂടുതൽ കാണുന്നൊരു പുസ്തകമുണ്ട്, ഉത്തമഗീത. നമ്മൾ പഴയ നിയമത്തിൽ ഉത്തമഗീതത്തില് പ്രിയ എന്നുള്ള വാക്കൊക്കെ കാണുന്നത്. അപ്പൊ ആ ഒരു കർത്താവിന്റെ പ്രിയനാണ്. നമ്മൾ പ്രാണപ്രിയ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പാട്ടിലൊക്കെ പാടുന്നത് പോലെ ആ ഒരു ലവർ ഓഫ് എ സോൾ, ആ ഒരു കർത്താവിന് പ്രിയനായ യോഹന്നാൻ അപ്പോസ്തലനെ തന്നെ എന്താ വിളിച്ചേ? എ ഡിസൈപ്പിൾ ഹു ജീസസ് ലവ്ഡ്. യേശു സ്നേഹിച്ച ഒരു ശിഷ്യൻ, കർത്താവിന് പ്രിയമുള്ള ഒരു ശിഷ്യൻ, കർത്താവ് സ്നേഹിച്ച ഒരു ശിഷ്യൻ. അപ്പൊ റോമയിൽ കർത്താവിന് പ്രിയമുള്ളവര്, ഇവിടെ കായംകുളത്ത് കർത്താവിന് പ്രിയമുള്ളവർ, കറ്റാനത്ത് കർത്താവിന് പ്രിയമുള്ളവർ, അല്ലെങ്കിൽ കരുനാഗപ്പള്ളിയിലോ മുട്ടത്തോ പിന്നെ എവിടൊക്കെയാണ് നമ്മളുടെ സ്ഥലങ്ങൾ എവിടൊക്കെയാന്ന് വെച്ചാൽ അവിടെ എല്ലാം, തിരുവനന്തപുരത്തും കൊല്ലത്തും വടകരയിലും കൊയിലാണ്ടിയിലും പലയിടങ്ങളിലൊക്കെ കർത്താവിന് പ്രിയരായിട്ടുള്ളവർ. അത് അങ്ങനെ നമുക്ക് നമ്മളെക്കുറിച്ച് അങ്ങനെ ഒരു ഐഡന്റിറ്റി, നമുക്ക് കർത്താവിൽ നമ്മുടെ ഐഡന്റിറ്റി എന്താ? നമ്മളുടെ ഡിഗ്രിയോ നമ്മളുടെ പദവിയോ പത്രാസോ കുടുംബ പാരമ്പര്യങ്ങളോ ഒന്നും അല്ല, മറിച്ച് നമ്മളുടെ യഥാർത്ഥമുള്ള ഐഡന്റിറ്റി യേശു സ്നേഹിച്ചൊരു ശിഷ്യൻ. നമ്മുടെ ID കാർഡ് എന്ന് പറഞ്ഞ് നമ്മൾ ഒരിടത്ത് ചെല്ലുമ്പോൾ നിങ്ങൾ ID കാർഡ് കാണിക്കുക, ആധാർ കാർഡ് കാണിക്കുക, വോട്ടേഴ്സ് ID, നമ്മൾ വോട്ട് ചെയ്യാൻ ചെല്ലുമ്പോൾ ആധാർ കാർഡ്, എന്തെങ്കിലും ഒരു ID പ്രൂഫ് വേണം. ഇന്നിപ്പോ എവിടെ ചെന്നാലും ID പ്രൂഫ് വേണം. ഇപ്പൊ നമ്മളുടെ ആത്മീയമായിട്ടുള്ള ID പ്രൂഫ് എന്ന് പറഞ്ഞാൽ എന്താ? കർത്താവ് സ്നേഹിച്ച ഒരു ശിഷ്യൻ, കർത്താവ് സ്നേഹിച്ചിരിക്കുന്ന, കർത്താവിൽ പ്രിയവർ. ആ പ്രിയരെന്ന് മാത്രമല്ല, അപ്പൊ നമുക്കത് നമ്മളുടെ ഹൃദയത്തിൽ അതൊരു വലിയ സ്വസ്ഥതയും ആശ്വാസവും കൊണ്ടുവരണം. ഞാന് കർത്താവിന്റെ പ്രിയനാണ്, കർത്താവ് സ്നേഹിക്കുന്ന ഒരു ശിഷ്യനാണ്. ആ ഒരു ഐഡന്റിറ്റി നമ്മളത് യോഹന്നാൻ 13:23 അവിടെ യേശുവിന്റെ നെഞ്ചോട് ചാരി, മാർബോട് ചാരിയ യേശു സ്നേഹിച്ച ശിഷ്യൻ നമ്മളവിടെ യോഹന്നാന്റെ സുവിശേഷം 13:23 നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മൾ പിന്നെ അതിന്റെ റെഫറൻസസ് ഒക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതിൽ വീണ്ടും വീണ്ടും ആ റെഫറൻസസ് ഒക്കെ പലയിടങ്ങളിൽ യോഹന്നാൻ 13:23, 19:26, 20:2 2-ാമത്തെ വാക്യത്തില് യോഹന്നാന്റെ സുവിശേഷം ഞാൻ പറയുവാണ്, 21:7, 20 വാക്യങ്ങളിലൊക്കെ വീണ്ടും വീണ്ടും പറയുന്ന ആ ഒരു ID കാർഡ്. ഇടയ്ക്കിടയ്ക്ക് യോഹന്നാൻ അപ്പോസ്തലൻ ID കാർഡ് എടുത്ത് കാണിക്കും. എന്താ? ഞാൻ യേശു സ്നേഹിച്ചൊരു ശിഷ്യനാണെന്നുള്ളൊരു കാര്യം, ഡിസൈപ്പിൾ ഹൂം ജീസസ് ലവ്. അപ്പൊ അതാ നമ്മളിവിടെ പൗലോസ് റോമിലുള്ള വിശ്വാസികളോട് പറയുക, നിങ്ങൾ റോമയിൽ ഒത്തിരി ആൾക്കാരുണ്ട്. റോമൻ പട്ടണത്തിൽ അവിടെ അന്നത്തെ വലിയ റോമൻ സിവിലൈസേഷൻ സംസ്കാരം, വലിയ വലിയ ആൾക്കാരും ചക്രവർത്തിമാരും പിന്നെ വലിയ വലിയ പ്രമാണിമാരും ഒക്കെ ഉണ്ട്. പക്ഷെ ദൈവത്തിന് പ്രിയരായിട്ടുള്ളവരാരാ? ഈ കൊച്ച് സഭയിലെ പാവം പിടിച്ച കുറച്ച് സഹോദരങ്ങൾ. അവർക്ക് ലോകപ്രകാരമൊന്നും വലിയ ഡംബും കാര്യങ്ങളൊന്നും പറയാനില്ല. എന്നാൽ ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുമ്പോൾ കറ്റാനത്തെ ദൈവത്തിന് ഏറ്റവും സ്നേഹമുള്ള ആരെയാ? ഇന്നയാളെ അല്ലെങ്കിൽ രാമപുരത്തെ അല്ലെങ്കിൽ
മുട്ടത്തെ കരുനാഗപ്പള്ളിയിൽ ദൈവം നോക്കുമ്പോൾ ദൈവത്തിന്റെ മക്കളെ നമ്മുടെ സഭയിലുള്ള ഒരു സൗകര്യങ്ങൾ മാത്രമൊന്നും അല്ല, യഥാർത്ഥത്തിൽ ദൈവത്തിനാൽ വീണ്ടെടുക്കപ്പെട്ട യഥാർത്ഥത്തിൽ വീണ്ടും ജനനം പ്രാപിച്ച കർത്താവിന് പ്രിയം വെക്കുന്ന അവരാ കർത്താവിന് പ്രിയമുള്ളവരായിട്ടുള്ളത്. അപ്പം നമ്മളെ ദൈവം അവിടെ നമ്മള് യോഹന്നാൻ 11 അധ്യായത്തിലേക്ക് ഒന്ന് പോവുകയാണെങ്കിൽ അവിടെ ബഥാനിയെ കുറിച്ച് പറയുമ്പം ആ ഗ്രാമത്തെ കുറിച്ച് തന്നെ ദൈവം ഐഡന്റിഫൈ ചെയ്യുന്ന, പരിശുദ്ധാത്മാവ് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്നേ, ഇത് ആരുടെ ഗ്രാമമാണ്, ഇത് മറിയയുടെ ഗ്രാമമാണ്. അതാ നമ്മള് യോഹന്നാൻ 11 വാക്യത്തിൽ മറിയയുടെയും അവളുടെ സഹോദരി മാർത്തയുടെയും, മാർത്തയാ മൂത്തവള്, പക്ഷെ എങ്കിലും പരിശുദ്ധാത്മാവ് യോഹന്നാനിലൂടെ പറയുമ്പം യോഹന്നാൻ 11 അധ്യായത്തില് മറിയയാണ് കൂടുതലായിട്ട് കർത്താവിന്റെ ഹൃദയത്തോട് ചേർന്നിരുന്നവർ. അതുകൊണ്ട് മറിയയുടെയും അവളുടെ സഹോദരി മാർത്തയുടെയും ഗ്രാമമായ ബഥാനിയിലെ ലാസർ എന്ന ഒരുത്തൻ ദീനമായി കിടന്നു എന്നുള്ള വാക്ക് നമ്മളിവിടെ വായിക്കുന്നത്. അപ്പൊ നമ്മളുടെ സ്ഥലത്ത് ശരിയാണ്, നമ്മളുടെ സ്കൂളില്, നമ്മളുടെ ഓഫീസില്, നമ്മള് വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങള്, അവിടെയൊക്കെ ആൾക്കാർ നമ്മളെ വലിയ വലിയ ഇതായിട്ടൊന്നും കാണുന്നില്ലായിരിക്കും, നമുക്ക് ലോകപ്രകാരമൊന്നും വലിയ വലിയ കാര്യങ്ങളൊന്നും പറയാനില്ലായിരിക്കും. എന്നാൽ കർത്താവിന്റെ കണ്ണില് ദൈവത്തിന്റെ മക്കള് ഇത് എത്ര വലിയൊരു പദവിയാണ് യഥാർത്ഥത്തിൽ കർത്താവിന്റെ ശിഷ്യന്മാരായിട്ടുള്ളവർ. നമ്മൾക്കും ആ കർത്താവിന്റെ കണ്ണുണ്ടാവുമ്പം ദൈവമക്കളെ നമ്മൾ അതുപോലെ വാല്യൂ ചെയ്യും. ശരിയാണ്, ലോകത്തിലെ വലിയ വലിയ ബിഗ് ഷോട്ട്സും വലിയ പ്രൈം മിനിസ്റ്ററുകളും പ്രസിഡന്റുകളും വലിയ വലിയ പദവിയിൽ ഇരിക്കുന്ന ആൾക്കാരും ഒക്കെ ഉണ്ട്. എന്നാൽ യഥാർത്ഥത്തില് കർത്താവിനെ സ്നേഹിക്കുന്ന ദൈവമക്കള് അവർ ചിലപ്പം വലിയ സാമ്പത്തികമായിട്ടോ വലിയ സാമൂഹികമായിട്ടോ വലിയ ഉന്നമനത്തിലൊന്നും ഇരിക്കുന്ന ആൾക്കാരായിരിക്കത്തില്ല. പക്ഷെ നമുക്ക് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ കണ്ണ് നമുക്കും ഉണ്ടെങ്കിൽ, യേശു കണ്ടതുപോലെ, യേശു ചിന്തിച്ചതുപോലെ, യേശു കണ്ടതുപോലെ നമ്മൾ മറ്റുള്ളവരെ കാണുമ്പോൾ നമ്മൾ ആ പാമ്പിടിച്ച സഹോദരങ്ങളെ നമ്മൾ അതുപോലെ ബഹുമാനിക്കും, അതുപോലെ നമ്മൾ വാല്യൂ ചെയ്യും, വിലമതിക്കും. ഇത് ദൈവത്തിന് പ്രിയയായിട്ടുള്ള ഒരു സഹോദരിയാണ്, ഇത് ദൈവത്തിന് പ്രിയനായിട്ടുള്ള ഒരു സഹോദരനാണ്, ദൈവം അയച്ചിട്ടുള്ള ഒരാളാ എന്ന് കാണും. അപ്പൊ അതാ റോമയിൽ ദൈവത്തിന് പ്രിയരാണ് ഇവര്, അഗാപ്പറ്റസ് ആണ്, ബിലവഡ് ഓഫ് ഗോഡ് ആണ്. പിന്നെന്താ, വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായ, വിളിക്കപ്പെട്ട വിശുദ്ധന്മാരെന്നുള്ള അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്ത മലയാളത്തില് ക്ലീറ്റോസ്, കേലിയോ എന്ന് പറഞ്ഞാൽ വിളിക്കുക, ക്ലീറ്റോസ് എന്ന് പറഞ്ഞാൽ വിളിക്കപ്പെട്ട. അപ്പം വിളിക്കപ്പെട്ട വിശുദ്ധന്മാരാന്ന് അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ വിശുദ്ധന്മാരായി വിളിക്കപ്പെട്ടവർ എന്നും ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഇംഗ്ലീഷിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത് കോൾഡ് as saints, beloved of God in Rome, called as saints. അവരെന്താ വിളിച്ചിരിക്കുന്നത്? വിശുദ്ധ അജയ് ജേക്കബ്, വിശുദ്ധ വുമൻ എന്നുള്ള നമ്മൾ ഓരോരുത്തരുടെയും പേരിന് മുമ്പാകെ നമ്മൾ വിശുദ്ധ പൗലോസ്, വിശുദ്ധ ഇന്നയാള്, വിശുദ്ധ സെബാസ്ത്യാനോസ്, അല്ലെങ്കിൽ വിശുദ്ധ അന്തോണി പുണ്യവാളൻ എന്നൊക്കെ അന്ന് ഇന്ന് പല പാരമ്പര്യ സഭകളിലൊക്കെ പലരും വിശുദ്ധന്മാരായിട്ട് പ്രഖ്യാപിക്കുന്നുണ്ട്. എന്നാൽ യഥാർത്ഥത്തില് കർത്താവിന്റെ കണ്ണിൽ ആരാ വിശുദ്ധന്മാര്? യഥാർത്ഥത്തില് കർത്താവിന് അത് ഈ റോമിലുള്ള വിശ്വാസികൾ എന്തോ ഭയങ്കര അതുപോലെ ഏറ്റവും ഒന്നും ഒരു കുറവില്ലാത്ത ആൾക്കാരായിരുന്നില്ല, അവര് സാധാരണ വിശ്വാസികളായിരുന്നു. എന്നാൽ അവരെ ദൈവം എന്താ വിളിക്കുന്നത്? അവര് വിശുദ്ധന്മാരാണ്. അവരുടെ പൊസിഷൻ കോൾഡ് as saints, ഒരു വിശുദ്ധന്മാരെ വിളിക്കപ്പെട്ട് ദൈവം വിളിച്ചു ചേർത്ത് വിശുദ്ധന്മാരെന്നുള്ള അർത്ഥമുണ്ട്, അങ്ങനെ എടുക്കാം. പിന്നെ വിശുദ്ധന്മാരായി വിളിക്കപ്പെട്ടവര്. അപ്പം ദൈവം നമ്മളെ പൗലോസ് വിശ്വാസികളെല്ലാം അതുപോലെ ബലമതിക്കുന്നു എന്നുള്ളൊരു കാര്യം നമ്മളിവിടെ കാണുന്നത്. സെയിൻസ്, ഇത് ദൈവത്തിന്റെ ഒരു സെയിന്റ് ആണ്, ദൈവത്തിന്റെ ഒരു വിശുദ്ധനാണ്. പാവം പിടിച്ച ഒരു സഹോദരി ആയിരിക്കും, പാവം പിടിച്ച ഒരു സഹോദരനായിരിക്കും, ചിലപ്പം കൂലിപ്പണി ചെയ്യുന്ന ആളായിരിക്കും, ചിലപ്പം ദീനം പിടിച്ച് കിടക്കുന്ന ആളായിരിക്കും. പക്ഷെ യഥാർത്ഥത്തിൽ ഒരു ദൈവ പൈതലിനെ നമ്മൾ എത്രയധികം ഒരു വിലമതിക്കണം എന്നുള്ളൊരു കാര്യമാണ്. നമ്മൾ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് ഒന്ന് പോവുകയാണെങ്കിൽ എഫേസ് ലേഖനം 1 അധ്യായത്തിൽ ഇതേപോലെ തന്നെ അവിടെ എഫേസസിലുള്ള വിശുദ്ധന്മാർക്കായിട്ട് എഴുതുന്നു. അതായത് നമ്മള് വചനം നോക്കുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള വിശ്വാസികളെയാണ്, വിടുജനം പ്രാപിച്ച ദൈവമക്കളെയാണ് വിളിച്ചിരിക്കുന്നത്, വിശുദ്ധന്മാർ എന്ന് വിളിച്ചിരിക്കുന്നത്. എഫേസ്യർ 1:1 കണ്ടോ? ദൈവേഷ്ടത്താൽ ക്രിസ്തുയേശുവിൻ അപ്പോസ്തലനായ പൗലോസ് എഫേസസിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തുയേശുവിൽ വിശ്വാസികളുമായുള്ളവർക്ക് എഴുതുന്നത്. അപ്പൊ ഈ വിശുദ്ധന്മാരെന്ന് പറയുന്നത് ആരാ? അത് എന്തോ വലിയ വിശുദ്ധന്മാരായിട്ട് ഇന്ന് പ്രഖ്യാപിക്കുന്നതൊക്കെ അങ്ങനെയൊക്കെയുള്ള പാരമ്പര്യ സഭകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എന്നാൽ ദൈവത്തിന്റെ കണ്ണിൽ ഞാൻ ആരാണ്? ഒരു വിശുദ്ധനാണ്. ശരിയാണ്, ഞാൻ ആ ഒരു പദവിക്ക് ഒത്തവണ്ണം ജീവിക്കണം, അത് വേറെ കാര്യം. പക്ഷെ ദൈവം എന്നെ അങ്ങനെ കാണുന്നേ, ക്രിസ്തുവിനാൽ നീതീകരിക്കപ്പെട്ട് കർത്താവിന്റെ നീതിയെങ്കിൽ അണിഞ്ഞ് ഞാനൊരു വിശുദ്ധനായിട്ട് കർത്താവ് എന്നെ അങ്ങ് പ്രഖ്യാപിച്ചിരിക്കുക. നീയിപ്പം കത്തോലിക്ക സഭയെ വേറെ ആരും ഒന്നും നമ്മളെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കേണ്ട കാര്യമില്ല. അവർക്കാണെങ്കിൽ ഇത്ര അത്ഭുതം വേണം, ഇത്ര ഏതാണ്ടൊക്കെ നടക്കണം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലൊക്കെ എന്തൊക്കെയോ വലിയ വലിയ ക്രൈറ്റീരിയ കാര്യങ്ങളൊക്കെ ഉണ്ട് അവർക്ക് വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കണമെങ്കിൽ. എന്നാൽ കർത്താവ് നമ്മളെ നമ്മള് പാപിയാണെന്ന് അംഗീകരിച്ച് കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു തീർത്ത് എഴുന്നേറ്റെന്ന് അംഗീകരിച്ച് കർത്താവിനായിട്ട് ഞാൻ എന്റെ ജീവിതം സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവ് എന്നെ എന്താ വിളിക്കുന്നത്? സെയിന്റ് അർപ്പിത, സെയിന്റ് ജ്യോത്സ്ന, സെയിന്റ് ജോഹാൻ,
സെയിന്റ് സുമതി എന്ന് പറഞ്ഞാൽ എന്താ? സെയിന്റ് എന്ന് പറഞ്ഞാൽ വിശുദ്ധ, എന്ന് പറഞ്ഞാൽ അപ്പൊ ആ ഒരു വിശുദ്ധയായിട്ട് ദൈവം നമ്മളെ കാണുന്നു, കർത്താവിന്റെ പ്രിയരായിട്ട് നമ്മളെ കാണുന്നു എന്നുള്ളൊരു കാര്യം. അങ്ങനെയുള്ള എല്ലാവർക്കും വേണ്ടി, എല്ലാവർക്കും വേണ്ടി അത് അവിടെയുള്ള പ്രധാനപ്പെട്ട ചില പ്രമാണിമാർക്ക് മാത്രമാണോ എഴുതുന്നത്? പോലും അല്ല, എല്ലാവർക്കും വേണ്ടി, വിശുദ്ധരായിട്ടുള്ള എല്ലാ ദൈവമക്കൾക്കായിട്ടും എഴുതുന്നതാണെന്നാ പറയുന്നത്. അപ്പൊ അതാ മൂന്നാമത്തെ വാക്യം. നാലാമത്തെ വാക്യത്തിൽ എന്താ പറയുന്നത്? അപ്പം ഇത്രയും നമ്മൾ 3 വരെയുള്ള വാക്യങ്ങൾ, പൗലോസിന്റെ വാക്യങ്ങൾ കുറച്ച് ലെങ്ത് കൂടുതലാ. പൗലോസ് ഈ പേനയെടുത്ത് എഴുതുമ്പോൾ ഫുൾ സ്റ്റോപ്പ് ഇടാൻ മറന്നു വന്നുകൊണ്ട് നമ്മളിതെല്ലാം ഒന്നുകൂടെ ഒന്ന് ഒരുമിച്ച് വായിച്ചു നോക്കാം. ഒന്നാമത്തെ വാക്യം മുതൽ ഞാൻ വായിക്കും. ദൈവം തന്നെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ കുറിച്ച് എന്താ ചെയ്തിരിക്കുന്നത്? വിശുദ്ധ രേഖകളിൽ തന്നെ പ്രവാചകൻ മുഖാന്തരം മുൻപ് കൂട്ടി വാഗ്ദത്തം ചെയ്തൊരു സുവിശേഷമുണ്ട്. ആ സുവിശേഷത്തിനായിട്ടാണ് വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പോസ്തലൻ യേശുക്രിസ്തുവിന്റെ ദാസനുമായിട്ട് പൗലോസ് എഴുതുക. ആർക്കാ? റോമയിൽ ദൈവത്തിന് പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായ എല്ലാവർക്കും എഴുതുന്നത്, നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. നമ്മള് ആ ഒരു ഗ്രീറ്റിംഗ് നമ്മള് പൗലോസിന്റെ ഒരു സ്റ്റാൻഡേർഡ് ഗ്രീറ്റിംഗ് ആയിട്ട് നമ്മളവിടെ കാണുന്നുണ്ട്. കൃപയും സമാധാനം ഉണ്ടാകട്ടെ എന്നുള്ളൊരു കാര്യം. ആ കൃപയും സമാധാനം അത് പഴയ നിയമത്തില് ദൈവജനത്തെ അനുഗ്രഹിക്കുമ്പോഴും ദൈവം നിങ്ങളോട് കൃപയുണ്ടാകുമാറാകട്ടെ, ദൈവം നിങ്ങൾക്ക് സമാധാനം തരട്ടെ എന്നൊക്കെ പറയുന്ന ഒരു രംഗം നമ്മൾ കഴിഞ്ഞ ബുധനാഴ്ച കണ്ടു. എവിടാ? സംഖ്യാപുസ്തകം 6-ാം അധ്യായത്തില്. പെട്ടെന്ന് ആ വേഴ്സ് റെഫറൻസ് മാത്രം അങ്ങ് പെട്ടെന്ന് എടുക്കാം, നമുക്ക് പരിചയമുണ്ട്, നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടതേ ഉള്ളൂ. അപ്പൊ പഴയ നിയമത്തിലെ ആ ഒരു ദൈവത്തിന്റെ ഹൃദയത്തിലെ ഉള്ള ഒരു 2 വാക്കുകളാ ഈ കൃപയും സമാധാനവും. ദൈവത്തിന്റെ കൃപ അത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലൂടെ നമുക്ക് ലഭിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ഫലമായിട്ടുള്ള സമാധാനം. സംഖ്യാപുസ്തകം 6-ാം അധ്യായത്തിന്റെ 23 വായിക്കും. 22 യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്യുക, നീ അഹരോനോടും പുത്രന്മാരോടും പറയേണ്ടത് ഇങ്ങനെയാണ്, നിങ്ങൾ ഇസ്രായേലിനെ അനുഗ്രഹിച്ച് ചൊല്ലേണ്ടത് എന്തെന്നാൽ, എന്താ ചൊല്ലണ്ടേ? യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ, യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ. അപ്പം കൃപ, പിന്നെന്താ? യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. അപ്പൊ കർത്താവിന്റെ തിരുമുഖം നമ്മളുടെ മേൽ വരുമ്പോൾ, അതായത് കർത്താവിനോട് നമ്മൾ അടുത്ത് വരുമ്പോഴാണ് കർത്താവിന്റെ തിരുമുഖം നമ്മളുടെ മേൽ വരുന്നത്. അപ്പോ നമുക്ക് എന്തൊക്കെ ലഭിക്കും? ദൈവത്തിന്റെ കൃപ, ഏതൊരു സാഹചര്യത്തെയും നേരിടാനുള്ള പരിശുദ്ധാത്മാവിന്റെ ശക്തി, ഏതൊരു പാപത്തെ ജയിക്കാനും, ഏതൊരു പ്രതിസന്ധിയോ ഏതൊരു പ്രയാസത്തെയോ എല്ലാം നേരിടാനും, അവിടെ ക്രിസ്തുവിനെ പോലെ ജീവിക്കാനുള്ള ദൈവത്തിന്റെ ശക്തിയാകുന്ന, നമ്മുടെ ആത്മാവിനെ ശക്തിപ്പെടുന്ന ദൈവത്തിന്റെ കൃപ നമുക്ക് ലഭിക്കട്ടെ. ഏതൊരു സാഹചര്യത്തിലും കുലുങ്ങി പോകാതെ, ആകുലപ്പെടാതെ, ആശങ്കപ്പെടാതെ ഒരു സമാധാനത്തോടെ ആയിരിക്കാനുള്ള ദൈവത്തിന്റെ സമാധാനം. അപ്പൊ അതാ ആ കൃപയും സമാധാനവും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്നുള്ളൊരു കാര്യം അവിടെ നമ്മൾ തിരിച്ച് റോമർ 1:4 നമ്മൾ വായിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ 5-ാമത്തെ വാക്യത്തിലേക്ക് ഞാൻ പോകുന്നില്ല. നമ്മളിപ്പം ആദ്യത്തെ 4 വാക്യങ്ങൾ വരെ എത്തിയല്ലോ. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ജഡ സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുകയും പറഞ്ഞുള്ള ആ ഒരു കർത്താവിനെ കുറിച്ചുള്ള, കർത്താവിന്റെ ആ ഒരു ജഡാവതാരം, മനുഷ്യാവതാരത്തെ കുറിച്ചൊക്കെ പൗലോസ് പരാമർശിക്കുന്ന കാര്യം. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ദിവസമായിട്ട് നമുക്ക് അടുത്ത മാസത്തെ കോട്ടേജ് മീറ്റിംഗിൽ കാണാമല്ലോ. അപ്പം നമ്മൾ ഇന്ന് എന്തൊക്കെയാ കണ്ടേ? പൗലോസ് ഒരു ബോൺ സെർവന്റ് ആയിരുന്നു. ഡൂളേ നമ്മളെ ദൈവത്തിന്റെ ഒരു അടിമദാസനാണോ, അടിമദാസിയായിട്ട് നമ്മൾ തീർന്നിട്ടുണ്ടോ? യഥാർത്ഥത്തില് ഒരു സെർവന്റ്, ഒരു ദാസൻ, വേലക്കാരൻ എന്ന് പറഞ്ഞാൽ അവർക്ക് കൂലിക്ക് യോഗ്യരാ. പിന്നെ അടിമദാസന്മാരെയൊക്കെ സംബന്ധിച്ച് അവർക്ക് കൂലിയൊന്നുമില്ല. അവര് യജമാനന്മാരുടെ ഒരു പ്രോപ്പർട്ടി മാതിരിയായിരുന്നു, ഫർണിച്ചർ മാതിരി. അതുപോലെ യജമാനന്മാർക്ക് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമൊക്കെ അന്നത്തെ കാലത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ യഥാർത്ഥത്തിൽ നമ്മൾ ദൈവത്തിന്റെ കൂലി ചോദിക്കുന്ന വേലക്കാരാണോ, കൂലിക്കാരാണോ, അതോ അടിമദാസന്മാരാണോ? നമ്മള് യോഹന്നാൻ 10-ാം അധ്യായത്തില് കൂലിക്കാര്, ഹയർലിങ്സ്. അപ്പൊ ഹയർലിങ്സ് ആണെങ്കിൽ ആടിന് എന്തെങ്കിലും അപകടം പറ്റുമ്പോൾ എഴുന്നേറ്റ് അവരുടെ ജീവനം കൊണ്ടുപോടും. എന്നാൽ ഇടയൻ എന്ത് ചെയ്യും? ഇടയന് കൂലിക്ക് വേണ്ടിയില്ല, ആടിനോടുള്ള വലിയ സ്നേഹവും പ്രതിബദ്ധതയും ഉള്ളതുകൊണ്ട് തന്റെ ജീവനെ കളഞ്ഞു ആടുകൾക്ക് വേണ്ടി തന്നെ ജീവനെ വെക്കുന്ന ആ ഒരു ഇടയന്റെ സ്നേഹമാണ് നമ്മളിവിടെ യോഹന്നാൻ 10-ൽ വായിക്കുന്നത്. അപ്പം ഇന്നും ദൈവത്തിന്റെ വേല, ഒരു പൈസക്ക് വേണ്ടി ദൈവത്തിന്റെ വേല ചെയ്യുന്നവരുണ്ട്. ഒരു വരുമാന മാർഗമായിട്ട് ദൈവത്തിന്റെ വേല എന്നുള്ള അർത്ഥത്തിൽ ചെയ്യുന്ന ദ്രവ്യദാസന്മാരുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ കർത്താവെ അവിടുന്ന് എനിക്കൊന്നും തന്നില്ലേലും കർത്താവിനോടുള്ള സ്നേഹത്തിലാണ് ഞാൻ കർത്താവിന്റെ വേല ചെയ്യുന്നതെന്ന് പറയുന്ന ദൈവദാസന്മാരും ഉണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ ആ ദ്രവ്യദാസന്മാരും അവരുടെ കൂട്ടത്തിലാണോ, അതോ നമ്മൾ യഥാർത്ഥത്തിലുള്ള ഒരു നമ്മളും ദൈവദാസികളാണോ, ദൈവദാസന്മാരാണോ, കർത്താവിന്റെ ബോൺ സ്ലേവ്സ് ആണോ? അതുപോലെ തന്നെ നമ്മൾ ലുക്കപ്പ് ചെയ്യുന്ന സഹോദരങ്ങൾ, ഇന്ന് യൂട്യൂബിൽ ഇന്ന ആളുടെ പ്രസംഗം കേട്ടു എന്ന് പറയുമ്പം നമ്മളെല്ലാവരെയും കടടച്ച് വെടിവെക്കുമല്ല, എങ്കിൽ പോലും
യുനോ അങ്ങനെയുള്ളവരുടെ പണത്തോടുള്ള മനോഭാവവും അവരുടെ പല കാര്യങ്ങളിലുള്ള നിലപാടും അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ എല്ലാം നമുക്ക് നമ്മുടെ ആരെയും അങ്ങ് വിധിച്ചു തള്ളാനല്ല, മറിച്ച് എന്നാൽ വിവേചിച്ച് യഥാർത്ഥത്തില് ആ ഒരു കർത്താവിന്റെ വചനത്തോട് ചേർന്ന് നിൽക്കുന്നവരെയാണോ നമ്മൾ അതോ നമ്മൾ കൂലിക്കാരെയാണോ നോക്കുന്നേ? അപ്പൊ ആ ഒരു പൗലോസൊക്കെ സ്വന്തമായിട്ട് അധ്വാനിച്ച്, അപ്പൊ അങ്ങനെ ആകുമ്പോൾ പിന്നെ ദൈവവേല ചെയ്യുന്നവർ എങ്ങനെ ഉപജീവിക്കണം? ദൈവവേല ചെയ്യുന്നവർക്ക് സുവിശേഷത്തെ ഉപജീവിക്കാനുള്ള ഒരു അനുവാദം ദൈവം കൊടുത്തിട്ടുണ്ട്. എന്നാൽ പൗലോസൊക്കെ സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് തനിക്കുള്ളവർക്കും ഒക്കെ ചെലവിന് കൊടുത്ത് ഒരു മാതൃക കാട്ടിയ കാര്യമൊക്കെ നമ്മൾ വചനത്തിൽ വായിക്കുന്നത്. അപ്പം സുവിശേഷത്തെ ഉപജീവിക്കുന്നത് കൊണ്ട് തെറ്റില്ല വചനപ്രകാരം. എന്നാൽ അതൊരു സാലറി സമ്പ്രദായം എന്നുള്ളതൊക്കെ അതൊരു ബാബിലോണിയമായിട്ടുള്ള രീതിയാണ്. 1-ാം നൂറ്റാണ്ടിലൊന്നും അപ്പോസ്തലന്മാരും ഒരു സാലറി ആയിട്ട് വാങ്ങിച്ച ഒരു ശമ്പളം പോലെ അതിനായിട്ട് ദൈവവേല ചെയ്തതായിട്ടൊന്നും നമ്മൾ കാണുന്നില്ല. അങ്ങനെയൊക്കെയുള്ള ഇന്ന് ദൈവജനത്തിൽ ഇല്ലാത്തതായിട്ടുള്ള പല പ്രമാണങ്ങളും കാര്യങ്ങളും ഒക്കെ ഇന്ന് ക്രിസ്ത്യ ലോകത്ത് നമ്മൾ പൊതുവെ ക്രിസ്ത്യം എന്ന് പറയുന്ന ലോകത്ത് കാണുന്നു. അപ്പൊ അവിടെയൊക്കെ നമ്മൾ ആരെയും വിധിച്ചു തള്ളാനല്ല, അവർക്ക് അത്രയും വെളിച്ചം ഉണ്ടായിരിക്കുള്ളൂ. പക്ഷെ എന്നാൽ ദൈവം നമുക്ക് കാര്യങ്ങളിൽ കുറച്ചുകൂടി വ്യക്തതയും കാര്യങ്ങളൊക്കെ തരുമ്പോൾ നമ്മൾ ആ കാര്യങ്ങളെല്ലാം വിവേചനത്തോടെ കാണാനും ആ ഒരു കൂലിക്കാരെയാണോ യഥാർത്ഥത്തിൽ നമ്മൾ കൂലിക്ക് വേണ്ടി എന്തെങ്കിലും ഒരു പ്രതിഫലത്തിനായിട്ടാണോ നമ്മൾ ദൈവത്തെ വിളിക്കുകയും ദൈവത്തെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്നത്? അതോ കർത്താവിനുള്ള സ്നേഹം, കർത്താവ് എനിക്ക് വേണ്ടി എല്ലാമായി തീർന്ന കർത്താവ് എനിക്ക് എന്റെ ജീവിതം ഞാൻ അങ്ങേക്കായിട്ട് ശുശ്രൂഷിക്കാം, അങ്ങനത്തെ ചെയ്താൽ അങ്ങനത്തെ പറഞ്ഞാൽ അതിനായിട്ട് ഞാൻ വില്ലിങ് ആണ് കർത്താവ് എന്ന് പറയുന്ന ഒരു അവൈലബിലിറ്റി നമുക്ക് കർത്താവിനായിട്ടുണ്ടോ? ആ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. നമ്മൾ സുവിശേഷത്തിനായിട്ട് വേർതിരിക്കപ്പെട്ടവരാണോ എന്നുള്ള കാര്യം, പഴയ നിയമത്തിലെ ആ ഒരു വിശുദ്ധ രേഖകളാണെന്നുള്ള കാര്യം, ദൈവവചനം വിശുദ്ധ രേഖകളാണെന്നുള്ള കാര്യം നമ്മൾ കണ്ടു. ആ വിശുദ്ധ രേഖകളായിട്ടുള്ള ബൈബിള് നമ്മൾ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ നമ്മളോട് തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു. പിന്നെന്താ, നമ്മൾ ദൈവത്തിന്റെ പ്രിയരാണെന്നുള്ള കാര്യം കണ്ടു. നമ്മൾ ID കാർഡ് അതാണ്, ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരാണ്, ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണ്, നമ്മൾ വിശുദ്ധന്മാരായിട്ട് കാണുന്നു, എല്ലാവർക്കുമായിട്ട് എഴുതപ്പെട്ടതാണ്. നമുക്ക് ദൈവം കൊടുത്ത വില കർത്താവിന് വിലയേറിയ രക്തമാണ്. അതുപോലെ ദൈവം നമ്മൾ വിലയുള്ളവരായിട്ട് കാണുന്നു എന്നുള്ള കാര്യമൊക്കെ നമ്മൾ കണ്ടു. നമുക്ക് ദൈവത്തിന് കൃപയും സമാധാനവും ഒക്കെ വേണം എന്നുള്ളൊരു കാര്യമൊക്കെ നമ്മൾ കണ്ടു. അങ്ങനെ ആദ്യത്തെ 4 വാക്യങ്ങൾ നമ്മൾ പല കാര്യങ്ങൾ കണ്ടു. ആ കാര്യങ്ങളൊക്കെ നമ്മളുടെ ഹൃദയപലകമേൽ കർത്താവ് എഴുതി വെക്കുമാറാകട്ടെ. ആ കാര്യങ്ങളെല്ലാം ഒരു വെളിപ്പാടായിട്ട്, ഒരു അനുഭവമായിട്ട്, അനുസരണമായിട്ട് നമ്മുടെ ജീവിതത്തെ അത് കൂടുതൽ സ്വാതന്ത്ര്യത്തിലേക്കും കർത്താവിനുള്ള സ്നേഹത്തിലും കർത്താവിനെ ശുശ്രൂഷിക്കാനുള്ള വലിയ വാഞ്ചയിലേക്കും കർത്താവിന്റെ വചനത്തെ കൂടുതൽ സ്നേഹിക്കുകയും പഠിക്കുകയും അത് ആഴത്തിൽ ധ്യാനിക്കുകയും അറിയാനും ഒക്കെ ഉള്ളൊരു വ്യഗ്രത നമുക്ക് തരാനും ഒക്കെ ഈ കാര്യങ്ങളൊക്കെ ദൈവം അതിനായിട്ട് ഇടയാക്കട്ടെ. ഇത് നമ്മളെ വിധത്തിൽ സഹായിക്കട്ടെ. പരിമേവാനത്തിൽ പ്രിയകാന്തിന് 10,000-ങ്ങളിൽ അതിശ്രേഷ്ഠനായ കർത്താവ് പിറവോട് അവനെ എഴുതിരേൽപ്പാനായിട്ട് നമ്മൾ ഒരുങ്ങണം. ഇങ്ങനെ നമ്മൾ ഒരുങ്ങുന്ന കർത്താവിന്റെ പ്രിയയായിട്ട് വിശുദ്ധരായിട്ട് വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. കർത്താവിനെ അടിമദാസിയായിട്ട് അവിടുത്തെ ഹിതം പോലെ, അവിടുത്തെ വാക്കുപോലെ എന്നിലാകട്ടെ എന്ന് തങ്ങളുടെ ജീവിതത്തെ അതുപോലെ സമർപ്പിച്ചവരാണ് നിറഞ്ഞ എണ്ണപാത്രങ്ങളുമായിട്ട് അന്ന് കർത്താവിനെ എതിരേൽക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു ഒരുക്കത്തോടെ നമ്മുടെ ജീവിതത്തെ ഒരിക്കൽ കൂടെ നമ്മൾ കേട്ട വചനത്തിന് മുമ്പാകെ നമ്മളെ കർത്താവ് എത്ര വിലയുള്ളവരായിട്ട് കാണുന്നു. ആ സ്നേഹത്തിന് മുമ്പാകെ കർത്താവ് ഞാനൊരു അടിമദാസിയായിട്ട് എൻ്റെ ചെവി തുളയ്ക്കപ്പെടാനായിട്ട് ഞാൻ ഏൽപ്പിച്ചു തരുന്നു. കർത്താവ് ഞാൻ കർത്താവെ വാതിൽക്കൽ കട്ടളപ്പടിയിന്മേൽ വന്ന് എൻ്റെ ചെവി, എൻ്റെ കാത് തുളയ്ക്കാനായിട്ട് ഈ യേശു പറയുന്നത് മാത്രം എനിക്ക് കേട്ടാൽ മതി. ലോകത്തിൻ്റെ ശബ്ദങ്ങളോ ലോകത്തിൻ്റെ ഇമ്പങ്ങളോ അല്ല കർത്താവെ, അവിടുത്തെ ശബ്ദം, അവിടുന്ന് എന്താണോ പറയുന്നത് അതനുസരിക്കാനായിട്ട് ഞാൻ ഇതിനെ ഏൽപ്പിക്കുന്നു. അങ്ങനെ ആ ഒരു ഒരുക്കത്തോടെ അങ്ങേ എതിരേൽപ്പാനായിട്ട് അവിടുത്തെ അടിമദാസിയായിട്ടായിരിക്കാൻ തക്കവണ്ണം എന്നതിനെ ഏൽപ്പിക്കുന്നു. അതിനായിട്ടുള്ള ആ ഒരു ഒരുക്കത്തോടെ, ഉണർവോടെ കർത്താവിനെ സ്വീകരിപ്പാനുള്ള ആ ഒരു വലിയ വാഞ്ചയോടെ, ആ ഒരു ഒരുക്കത്തോടെ നമുക്ക് കർത്താവിനെ നോക്കി നമുക്ക് പാടാം. ചെവി തുളയ്ക്കപ്പെടാനായിട്ട് വാതിൽ കട്ടളയ്ക്കൽ നിൽക്കുന്ന ആ ഒരു അടിമദാസിനെ പോലെ കർത്താവിന് മുമ്പാകെ ആ ഒരു സമർപ്പണത്തോടെ നമ്മൾ യഥാർത്ഥത്തിൽ ഇന്ന് ലോകത്തിൻ്റെ പല പല സ്വരങ്ങളും നമ്മളുടെ ജഡത്തിൻ്റെ സ്വരങ്ങളും എല്ലാം ഉണ്ട്. അതിൻ്റെയൊക്കെ മധ്യത്തിൽ എനിക്കൊരു കർത്താവുണ്ട്, എനിക്കൊരു യജമാനനുണ്ട്, എന്നെ വിലയ്ക്ക് വാങ്ങിയവനുണ്ട്. ആ കർത്താവിന് ഞാനൊരു അടിമദാസനായിട്ട്, ആ കർത്താവിന് ഒരു അടിമദാസിയായിട്ട്, ഒരു ഡൂളോസായിട്ട്, ഒരു ഡൂളയായിട്ട്, കർത്താവ് ഒരു കെട്ടപ്പെട്ടവളായിട്ട്, കർത്താവിൻ്റെ സ്നേഹചരടുകളാൽ കെട്ടപ്പെട്ടവളായിട്ടായിരിക്കാൻ നമുക്ക് സമ്മതമുണ്ടോ? സ്വർഗത്തിലെ ദൈവം നമ്മളെ നോക്കുമ്പോൾ ആ യാഗമൃഗത്തെ ആ യാഗപീഠത്തോട് ചേർത്ത് കെട്ടുവിൻ എന്ന് നമ്മൾ 118-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നത് പോലെ
യാഗമൃഗമാകുവാനായിട്ട് കർത്താവിൻ്റെ ആ സ്നേഹത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ജീവന്റെ ചരടുകള് നമ്മളെ യേശുവിനോട് കെട്ടിവലിഞ്ഞ് മുറുക്കുവാൻ തക്കവണ്ണം നമുക്ക് സമ്മതമുണ്ടോ? അതോ നമുക്ക് സ്വന്തമായിട്ട് ആ കർത്താവ് എനിക്ക് ഇഷ്ടം പോലെ നീ എന്നെ സ്വന്തമൊക്കെ ആക്കി, ഞാൻ ഇനി ഇഷ്ടം പോലെ എനിക്ക് ഇഷ്ടം പോലെയൊക്കെ അങ്ങ് ജീവിക്കട്ടെ, അവസാനം മരണസമയത്ത് ഞാൻ അങ്ങ് വന്നോളാം എന്നുള്ളൊരു പാതി സമർപ്പണം, ഒരു പാതിബന്ധ ജീവിതമാണോ? അതോ കർത്താവ് അവിടത്തേക്കായിട്ട് യാഗമൃഗമായിട്ട് ഇരിഞ്ഞടങ്ങാനായിട്ട് ഇന്നത്തിനെ സമ്പൂർണ്ണമായിട്ട് ഞാൻ തരുന്നു കർത്താവെ, അവിടുന്ന് എനിക്ക് വേണ്ടി എത്ര വലിയൊരു വില അവിടുന്ന് നൽകി. ആ അടിമച്ചന്തയിലെ കർത്താവെ ഞാൻ ന്യായപ്രമാണം അനുസരിക്കാൻ സാധിക്കാതെ ആ ഒരു ശാപാവസ്ഥയിൽ പാപത്തിന്റെ ബന്ധനത്തിലായിരുന്നപ്പോൾ യേശുവേ കർത്താവെ, ന്യായപ്രമാണത്തിന് യേശു ക്രിസ്തുവിന്റെ പുണ്യാഹ രക്തത്തിന് വില നൽകി കർത്താവ്, നമ്മൾ അരുമനാഥൻ വന്ന് കർത്താവ് നമ്മളെ വീണ്ടെടുത്തു. നമ്മളെ എല്ലാ അടിമത്തത്തിൽ നിന്നും, എല്ലാ പാരതന്ത്ര്യത്തിൽ നിന്നും എല്ലാം നമ്മളെ വീണ്ടെടുത്ത ആ കർത്താവിന്റെ സ്നേഹം, ആ സ്നേഹത്തെ കണ്ട് ഈ കർത്താവിനെ ഞാൻ ഇനി ശുശ്രൂഷിച്ചോളാം. ഇത്ര നല്ലൊരു യജമാനുള്ളപ്പോൾ എനിക്കിനി എങ്ങനെ സ്വതന്ത്രനായിട്ട് പോകാൻ സാധിക്കും? എൻ്റെ ചെവി തുളയ്ക്കണം, എൻ്റെ കാത് തുറക്കണം. എൻ്റെ കർത്താവെ, കാതിന് എപ്പോഴും അവിടുത്തെ ശബ്ദം കേൾപ്പാൻ വേഗതയുള്ളതായിരിക്കട്ടെ കർത്താവെ. അങ്ങ് എന്താണോ ഈടേൻ്റെ ശബ്ദം എനിക്ക് കേൾക്കണം, എൻ്റെ ആടിൻ്റെ ശബ്ദം കേൾക്കുമെന്ന് കർത്താവ് പറഞ്ഞു. അങ്ങനെ ആവുമ്പോൾ നമ്മൾ കർത്താവിന് പ്രിയരായിട്ട്, കർത്താവിൻ്റെ വിശുദ്ധരായിട്ട് വിളിക്കപ്പെട്ടവരായിട്ടായിത്തീരും. കർത്താവ് നമ്മൾ എത്ര വലിയൊരു പൊസിഷനിൽ കാണുന്നു. കർത്താവിന് പ്രിയരായിട്ട് വീണ്ടും ജനിച്ച പൈതല് അവന് ഏതൊക്കെ അവസ്ഥയിലായിരിക്കട്ടെ, എന്തൊക്കെ ആയിരിക്കട്ടെ എന്ന അവന്റെ ഒരു വില, സർവ്വലോകത്തിൽ നേടിയാലും സ്വന്തം പ്രാണനെ നഷ്ടപ്പെടുത്തിയാലും എന്ത് പ്രയോജനമെന്ന് കർത്താവ് ചോദിച്ചു. നമ്മളെ അത്രയധികം വിലയുള്ളവരായിട്ട് നമ്മൾ കാണുന്നു. നമ്മുടെ ബാക്കിയുള്ള ദൈവമക്കളെ അവരെ ഏതൊക്കെ സഭാവിഭാഗത്തിലായിക്കോട്ടെ, ഏതൊക്കെ അവസ്ഥയിലുള്ളവരായിക്കോട്ടെ, പക്ഷെ എങ്കിലും യഥാർത്ഥത്തിൽ കർത്താവിന്റെ ജീവനാൽ വീണ്ടെടുക്കപ്പെട്ടവരെ ബാക്കി ലോകത്തിലെ വലിയ വലിയ ആൾക്കാരിലും നമ്മൾ അധികമായിട്ട് വിലയുള്ളവരായിട്ട് കാണുന്നുണ്ടോ? കർത്താവിന്റെ കണ്ണുകൾ നമുക്കുണ്ടോ കർത്താവിനെ പോലെ കാണുവാൻ? കർത്താവ് പൗലോസ് അതുവരെ കണ്ടിട്ട് പോലും ഇല്ലെങ്കിലും ആ റോമിലുള്ള സഹോദരങ്ങളെ കുറിച്ചുള്ള കേൾവിയില്, ആ പരിശുദ്ധാത്മാവിന്റെ വിവേചനത്തില് കർത്താവിലുള്ള പ്രിയരായിട്ട്, കർത്താവിന്റെ വിശുദ്ധന്മാരായിട്ട് വിളിക്കപ്പെട്ടവരായിട്ട് അവരെ കാണുവാന് പൗലോസ് യേശുവിന്റെ കണ്ണുകളോടെ അവരെ കണ്ടതുപോലെ കർത്താവെ, ദൈവത്തിന്റെ വിശുദ്ധന്മാരെ, ദൈവത്തിന്റെ മക്കളെ അതുപോലെ ആ ഒരു ബഹുമാനത്തോടെ, വാല്യോടെ, മൂല്യത്തോടെ കാണുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് കർത്താവിന്റെ അടിമദാസനായിട്ട് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ, ഞങ്ങളുടെ കാതുകളെ തുറക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതെ കർത്താവെ, അവിടുത്തെ വചനമാകുന്ന ഉളിയാല് കർത്താവെ ഞങ്ങളുടെ കാതുകളെ തുളച്ചാട്ട് അങ്ങയുടെ ശബ്ദം എപ്പോഴും കേൾക്കാൻ തക്കവണ്ണം കർത്താവെ, മനുഷ്യനാപ്പം കൊണ്ട് മാത്രമല്ല അവിടുത്തെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വചനം കൊണ്ടുമാണല്ലോ ജീവിക്കേണ്ടത്. കർത്താവെ, ഞങ്ങൾക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധമായ ജീവനുണ്ടാകുവാനും അവിടുത്തെ വായിൽ നിന്ന് വരുന്ന ഓരോ വചനവും കേൾപ്പാൻ ഞങ്ങളുടെ കാതുകളെ തുറക്കണം. ഓരോ ദിവസവും ഞങ്ങളോട് എന്തെല്ലാം അവിടുന്ന് അരുളി ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതെല്ലാം കേൾപ്പാൻ തക്കവണ്ണം ദിവസത്തിന്റെ ഓരോ നാഴികയിലും കർത്താവെ എപ്പോഴും അവിടുത്തോട് ചേർന്നിരിപ്പാനും അങ്ങയുടെ ശബ്ദം അന്തരാത്മാവില് കർത്താവെ സെൻസ് ചെയ്തെടുക്കാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ കാതുകളെ തുറക്കണം. അതിനായിട്ട് വിശുദ്ധരേഖകളായിട്ടുള്ള അവിടുത്തെ തിരുവചനത്തെ സ്നേഹിച്ച് കർത്താവെ അതിൽ പ്രിയം വയ്ക്കുവാൻ, അതിനെ ആരായുവാൻ, അതിൽ ഇണവാക്യങ്ങളെ ആരായുവാൻ, കർത്താവെ അതിനെ ആഴത്തിൽ പഠിക്കുവാൻ, മനസ്സിലാക്കുവാൻ, ആ വചനമാകുന്ന കണ്ണാടിയിൽ യേശു കർത്താവിനെ കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണുവാനും ഒക്കെ ഞങ്ങൾക്ക് അതിനായിട്ടൊരു ദാഹം തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ എല്ലാവരെയും കർത്താവെ വചനത്തിന്റെ ആ ഒരു സീരിയസ് സ്റ്റുഡൻസ് ആയിട്ട് ഗൗരവത്തോടെ കർത്താവെ വചനത്തെ എടുക്കുന്നവരായിട്ട്, ആ വചനത്തെ സ്നേഹിക്കുന്നവരായിട്ട്, അതിനെ ആഴത്തിൽ മനസ്സിലാക്കുവാനുള്ള വലിയൊരു വാഞ്ചയുള്ളവരായിട്ട് ഞങ്ങൾ ഓരോരുത്തരും ആക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കേട്ട് തഴമ്പിച്ച് പോകുന്നവരായിട്ടല്ല കർത്താവെ, മറിച്ച് കർത്താവെ കേൾപ്പാൻ വേഗതയുള്ളവരായിട്ട്, അങ്ങക്ക് എന്ത് അരുളി ചെയ്താലും ആദ്യം കേൾക്കുന്നവരായിട്ട്, ആദ്യഫലമായിട്ടുള്ളവരായിട്ട് കർത്താവെ ഞങ്ങളെ അങ്ങ് ആക്കി തീർക്കണം. യോഹന്നാൻ അങ്ങയുടെ നെഞ്ചോട് ചാരി ഇരുന്നത് കൊണ്ട് അങ്ങേക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞപ്പോൾ ആദ്യം തന്നെ യോഹന്നാന് കേൾക്കാൻ സാധിച്ചതുപോലെ കർത്താവെ അവിടുത്തെ മാർവോട് ചാരിയിരിക്കാൻ ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കണം. അവിടുത്തെ രക്തത്താൽ ഞങ്ങൾ കുറവുകളെ ക്ഷമിക്കണം. കർത്താവെ, ഞങ്ങളുടെ വീഴ്ചകളെയൊക്കെ കർത്താവെ അങ്ങ് ക്ഷമിക്കണം. ഇനി മുതൽ കൂടുതൽ ഹോൾ ഹാർട്ടഡ് ആയിട്ട്, കൂടുതൽ സമർപ്പണത്തോടായിരിക്കാൻ ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് സഹായിച്ചായിട്ട് ഞങ്ങൾ തന്നെ അവിടത്തേക്കായിട്ട് സമർപ്പിച്ചു തരുന്നു. നന്ദി കർത്താവെ, നന്ദി. അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങൾ നിറച്ചതിനായിട്ട് നന്ദി പറയുന്നു. ഹല്ലേലൂയ. താങ്ക് യു ഫാദർ, വി പ്രൈസ് യു ലോർഡ്. ഞങ്ങൾ ഒരു പുതിയ അഭിഷേകത്താൽ അവിടെ നിറച്ചതിനായിട്ട് നന്ദി പറയുന്നു. ഹല്ലേലൂയ. പുതിയൊരു സമർപ്പണത്തോടെ, പുതിയൊരു പ്രശ്നത്തോടെ, പുതിയൊരു ഉണർവോടെ ഞങ്ങൾ പോകട്ടെ കർത്താവെ. അങ്ങേ എതിരേൽപ്പാനുള്ള വലിയൊരു ഉണർവോടെ കർത്താവെ ഞങ്ങളായിരിക്കട്ടെ. ഞങ്ങളോട് ചേർന്ന് നടപ്പാൻ, അങ്ങയുടെ ശബ്ദം കേൾപ്പാൻ പുതിയ ഒരുക്കത്തോടെ ഞങ്ങൾ ആയിരിക്കട്ടെ. നന്ദി കർത്താവെ, നന്ദി. അവിടെ ഞങ്ങളെ സഹായിച്ചതിനോട് സ്തുതിക്കുന്നു, പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തുതിക്കുന്നു.